അത്യപൂർവവും സങ്കീർണവും നാടകീയവും അതിലേറെ തമാശ നിറഞ്ഞതുമായ ഒരു പ്രശ്നത്തിനാണ് സുപ്രീം കോടതി ഇന്ന് പരിഹാരം കണ്ടത്. ജസ്റ്റിസ് കർണനെ കോടതിയലക്ഷ്യ ഹർജിയിൽ 6 മാസത്തേക്ക് തടവിനയക്കാൻ ഉത്തരവിട്ടുകൊണ്ട്. എന്നാൽ കർണഭാരം ഇതോടെ ഒഴിയുമോ? ജസ്റ്റിസ് കർണൻ ആദ്യം മുതൽ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ ഗൗരവമായി പരിശോധിക്കപ്പെട്ടിട്ടുണ്ടോ? ഇത് യഥാർത്ഥത്തിൽ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയ്ക്ക് നൽകുന്ന പാഠവും സന്ദേശവും എന്താണ്? നിരവധി ചോദ്യങ്ങൾ ജസ്റ്റിസ് കർണനെ കോടതി ശിക്ഷ വിധിക്കുന്നതുകൊണ്ട് മാത്രം തള്ളിക്കളയാവുന്നതോ അവസാനിച്ചതോ ആയി കാണാവുന്നതാണോ ഇതിലടങ്ങിയിരിക്കുന്ന ഓരോ പ്രശ്നങ്ങളും? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. കോടതിയലക്ഷ്യ കേസിൽ ജസ്റ്റിസ് കർണന് 6 മാസം തടവ് ശിക്ഷ. കർണൻ കുറ്റക്കാരനെന്ന് സുപ്രീം കോടതി. കർണന്റെ പ്രസ്താവനകൾ പ്രസിദ്ധീകരിക്കുന്നതിൽ മാധ്യമങ്ങൾക്ക് വിലക്ക്. വിധി സുപ്രീം കോടതിയുടെ 7-അംഗ ബെഞ്ചിന്റേത്. മാണി വിഷയത്തിൽ നിലപാട് മയപ്പെടുത്തി UDF. മുന്നണി പ്രവേശനം ചർച്ച ഇപ്പോൾ വേണ്ടെന്ന് യോഗം. മാണിയോട് തൽക്കാലം വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് കോൺഗ്രസ്. കേരള കോൺഗ്രസിന്റേത് വഞ്ചനയെന്ന് രാഷ്ട്രീയകാര്യ സമിതി. MM ഹസൻ KPCC പ്രസിഡന്റായി തുടരും. സംഘടനാ തെരഞ്ഞെടുപ്പ് വരെ തുടരാൻ ഹൈക്കമാൻഡ് തീരുമാനം. നീറ്റ് പരീക്ഷാ വിദ്യാർത്ഥിനികളുടെ വസ്ത്രാക്ഷേപത്തിൽ 4 അധ്യാപികമാർക്ക് സസ്പെൻഷൻ. കേസെടുക്കാൻ പോലീസിന് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. സ്കൂൾ പ്രിൻസിപ്പൽ നിരുപാധികം മാപ്പു പറയണമെന്ന് CBSE. സംഭവത്തിൽ വിദ്യാർത്ഥി സംഘടനകളുടെ വ്യാപക പ്രതിഷേധം. ഏലമലക്കാടുകൾ റവന്യൂ ഭൂമിയാക്കാൻ സർക്കാർ നീക്കം. നിവേദിത P ഹരൻ റിപ്പോർട്ട് റദ്ദാക്കും. തീരുമാനം മുഖ്യമന്ത്രി പങ്കെടുത്ത യോഗത്തിൽ. വനം റവന്യൂ ഭൂമിയാക്കാനുള്ള നടപടി നിയമവിരുദ്ധമെന്ന് പ്രതിപക്ഷം. കയ്യേറ്റം തടയാൻ മുൻ സർക്കാർ പ്രഖ്യാപിച്ച വിജിലൻസ് അന്വേഷണം അട്ടിമറിച്ചുവെന്നും ആരോപണം. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ തിരിമറിക്ക് തെളിവുമായി ആം ആദ്മി പാർട്ടി. ഡൽഹി നിയമസഭയിൽ വോട്ടിംഗ് യന്ത്രം പ്രവർത്തിപ്പിച്ച് തെളിയിക്കാൻ ശ്രമം. കെജ്രിവാളിനെതിരായ അഴിമതി ആരോപണത്തിന് മറുപടിയില്ല. AAPക്ക് ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ്. വിജയ് മല്യ കുറ്റക്കാരനെന്ന് സുപ്രീം കോടതി. കോടതി അലക്ഷ്യത്തിന് മല്യക്കെതിരെ നടപടി. ജൂലൈ 10 ഹാജരാകണമെന്നും നിർദ്ദേശം. തടവു ശിക്ഷ വിധിച്ച് കർണഭാരം ഒഴിച്ച് സുപ്രീം കോടതി. കോടതി ലക്ഷ്യത്തിന് കൊൽക്കത്ത ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് CS കർണനെ സുപ്രീം കോടതി 6 മാസം തടവിന് വിധിച്ചു. വിധി ഉടൻ നടപ്പാക്കാൻ ബംഗാൾ DGPക്ക് കോടതി നിർദ്ദേശവും നൽകി. ജസ്റ്റിസ് കർണന്റെ പ്രതികരണവും ഉത്തരവുകളും മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കരുതെന്നും കോടതി നിർദ്ദേശിച്ചു. ചരിത്രത്തിൽ ആദ്യമായാണ് സിറ്റിംഗ് ഹൈക്കോടതി ജഡ്ജിക്ക് സുപ്രീം കോടതി കോടതിയലക്ഷ്യ കേസിൽ തടവ് ശിക്ഷ വിധിക്കുന്നത്. ജഡ്ജിമാർക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ച ജസ്റ്റിസ് കർണനെ കോടതിയലക്ഷ്യ നടപടികളുടെ ഭാഗമായി വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കാനുള്ള സുപ്രീം കോടതി ഉത്തരവ് കർണൻ ലംഘിച്ചിരുന്നു. തൊട്ടുപിന്നാലെ ദളിത് പീഡനത്തിന് ചീഫ് ജസ്റ്റിസ് അടക്കം 7 ജഡ്ജിമാരെ 5 വർഷം കഠിന തടവിന് ശിക്ഷിച്ചുകൊണ്ട് ജസ്റ്റിസ് കർണൻ ഇറക്കിയ ഉത്തരവാണ് സുപ്രീം കോടതിയെ പ്രകോപിപ്പിച്ചത്. ജസ്റ്റിസ് കർണന്റെ നടപടികൾ കോടതിയലക്ഷ്യമാണെന്ന് വ്യക്തമാക്കിയ സുപ്രീം കോടതി ബാർ അസോസിയേഷനും അഡീഷണൽ സോളിസിറ്റർ ജനറലും അദ്ദേഹത്തെ ശിക്ഷിക്കണമെന്ന് കോടതിയോട് ആവശ്യപ്പെട്ടു. എന്നാൽ ഇപ്പോൾ കർണനെ ശിക്ഷിച്ചാൽ സിറ്റിംഗ് ഹൈക്കോടതി ജഡ്ജിയെ ജയിലിലയച്ചുവെന്ന കളങ്കം സുപ്രീം കോടതിക്ക് ഏൽക്കുമെന്ന് അമിക്കസ് ക്യൂറി KK വേണുഗോപാൽ ചൂണ്ടിക്കാട്ടി. കർണന്റെ നടപടികൾ സുപ്രീം കോടതിയെയും നീതിന്യായ വ്യവസ്ഥയും ഒന്നടങ്കം അവഹേളിക്കുന്നതാണെന്നായിരുന്നു ഇതിനോട് ചീഫ് ജസ്റ്റിസ് JS കെഹാറിന്റെ നേതൃത്വത്തിലുള്ള 7-അംഗ ബെഞ്ചിന്റെ പ്രതികരണം. ഒരു പൌരൻ എന്ന നിലയിൽ എല്ലാവർക്കും നൽകുന്ന പരിഗണന മാത്രമേ കർണനും നൽകാൻ കഴിയൂ. തന്റെ മാനസിക നിലയിൽ പ്രശ്നമൊന്നുമില്ലെന്ന് കർണൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. കൊൽക്കത്തയിലെ മെഡിക്കൽ സംഘവും ഇതേ നിഗമനമാണ് സമർപ്പിച്ചത്. അതുകൊണ്ടുതന്നെ കോടതിയലക്ഷ്യത്തിന് കർണനെ ശിക്ഷിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. കോടതിയലക്ഷ്യക്കുറ്റത്തിനുള്ള പരമാവധി ശിക്ഷയായ 6 മാസം തടവ് തന്നെ കർണൻ അനുഭവിക്കണമെന്ന് വിധി പ്രസ്താവിച്ച് കോടതി പറഞ്ഞു. ജുഡീഷ്യൽ അധികാരങ്ങളില്ലെന്ന കാരണം കാട്ടിയാണ് കർണന്റെ പ്രതികരണവും ഉത്തരവുകളും റിപ്പോർട്ട് ചെയ്യുന്നതിൽ നിന്ന് മാധ്യമങ്ങളെ കോടതി വിലക്കിയത്. M. ഉണ്ണികൃഷ്ണൻ,
ന്യൂസ് 18, ഡൽഹി. ഇപ്പോൾ ഈ ചർച്ചയിൽ പ്രൈം ഡിബേറ്റിൽ പങ്കെടുക്കുന്നത് പ്രമുഖ നിയമ വിദഗ്ധരാണ്. അഡ്വക്കേറ്റ് കാളീശ്വരം രാജ് ചേരുന്നു കൊച്ചിയിൽ നിന്ന്, എം ആർ അഭിലാഷ് അഭിഭാഷകൻ ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ചേരുന്നു, ഒപ്പം തന്നെ സാമൂഹ്യ നിരീക്ഷകൻ ശ്രീ എം എൻ കാരശ്ശേരി ചേരുന്നു, ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായരെ ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആദ്യം നിയമവിദഗ്ധരിലേക്ക് വരും മുമ്പ് തന്നെ ശ്രീ എം എൻ കാരശ്ശേരി, അത്യപൂർവമായ ഒരു വിധിയാണിത്. അതിന്റെ നിയമപരമായ പരിസരങ്ങളിലേക്ക് പോകും മുമ്പ് തന്നെ സുപ്രീം കോടതി, രാജ്യത്തെ പരമോന്നത നീതിപീഠം, ഒരു പൗരന് നൽകുന്ന പരിഗണനയിൽ തന്നെ ഊന്നി നിന്നുകൊണ്ട് ഒരു ഹൈക്കോടതി ജഡ്ജിക്ക് കോടതിയലക്ഷ്യ ഹർജിക്ക് 6 മാസം തടവ് വിധിക്കുന്നു. അതിന് പിന്നിൽ വർഷങ്ങൾ നീണ്ട തർക്കങ്ങളുടെയും വിവാദങ്ങളുടെയും ഒരു പശ്ചാത്തലവുമുണ്ട്. ഈ വിധി ആ നിലയ്ക്ക് സാമൂഹ്യപരമായി ഒരു പൗരൻ എന്ന നിലയിൽ താങ്കൾ വിലയിരുത്തുന്നത് എങ്ങനെയാണ്? നിയമത്തിന്റെ മുമ്പിൽ ജഡ്ജിയും സാധാരണ പൗരനും തുല്യരാണ് എന്നുള്ള നിലപാട് തീർച്ചയായിട്ടും നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ അന്തസ്സ് വർദ്ധിപ്പിക്കുന്ന ഒന്നാണ്. പ്രധാനമന്ത്രിയാണെങ്കിലും മുഖ്യമന്ത്രിയാണെങ്കിലും വക്കീലാണെങ്കിലും ജഡ്ജിയാണെങ്കിലും ഒക്കെ നിയമത്തിന് മുമ്പിൽ തുല്യരാണ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ അന്തസ്സും അതിൻ്റെ എല്ലാവർക്കുമുള്ള തുല്യമായ അവസരവും ഉറപ്പാക്കുന്ന ഒന്നാണ്. കെ വേണുഗോപാൽ 1 മാസം കഴിഞ്ഞ് അദ്ദേഹം റിട്ടയർ ചെയ്യും, റിട്ടയർമെന്റ് കഴിഞ്ഞിട്ട് ജയിലിൽ അയച്ചാൽ മതി എന്ന് പറഞ്ഞത് കോടതി തള്ളിക്കളഞ്ഞത് ശരിയാണ് എന്നാണ് എന്റെ പരിമിതമായ ധാരണ വെച്ച് പറയാനുള്ളത്. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. അഡ്വക്കേറ്റ് കാളീശ്വരം രാജ്, ഏതായാലും ഇതിന് ഈ വിധിയുടെ പ്രസക്തി, ഒപ്പം തന്നെ ജസ്റ്റിസ് കർണൻ പറയുന്ന കാര്യങ്ങൾ, വിധി അടക്കമുള്ള വീട്ടിലെ കോടതി എന്നൊരു ശൈലി അദ്ദേഹത്തിനുണ്ടല്ലോ, ആ നിലയിൽ പറയുന്നതായ കാര്യങ്ങൾ അടക്കം നൽകരുത് എന്ന് മാധ്യമങ്ങൾക്ക് നൽകുന്ന നിർദ്ദേശവും, ഈ 2 ഭാഗം കഴിഞ്ഞാൽ മറ്റൊന്ന് കോടതി തന്നെ കണ്ടെത്തിയ ബലമായ സംശയം പ്രകടിപ്പിച്ച കർണന്റെ മാനസിക നില, അതിലൊരു തെറ്റുമില്ല, ഒരു പെശകും തനിക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞതുമുണ്ട്. അതും പിന്നാലെ പരിശോധിക്കാം. ആദ്യം ഇങ്ങനെ ഒരു വിധി അത് ഒഴിവാക്കാനാവാത്ത ഒരു അനിവാര്യതയാണ് എന്ന് തന്നെ കരുതുന്നയാളാണോ താങ്കൾ? തീർച്ചയായും ഇത് വളരെ വിചിത്രമായിട്ടുള്ള, അഭൂതപൂർവമായിട്ടുള്ള, കീഴ്വഴക്കങ്ങളില്ലാത്ത വിധത്തിലുള്ള ഒരു സംഭവമായിരുന്നു. അതുകൊണ്ട് തന്നെ അത്ര തന്നെ അസാധാരണവും വിചിത്രവുമായിട്ടുള്ള ഒരു ഇടപെടൽ സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടായി, ഇല്ലെങ്കിൽ ഒരു പക്ഷേ വേണ്ടി വന്നു എന്ന് തന്നെ പറയുന്നതായിരിക്കും ശരിയായിട്ടുള്ള കാര്യം. പക്ഷേ ഇത് തൊലിപ്പുറത്തിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒരു ഹൈക്കോടതി സിറ്റിംഗ് ജഡ്ജിയെ സുപ്രീം കോടതിയുടെ 7 അംഗ ബെഞ്ചിന് ശിക്ഷിക്കേണ്ടി വരുന്നു. ഞാനിതിലെ ഈ ജസ്റ്റിസ് കർണന്റെ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള 2 ദിവസങ്ങളെങ്കിലും ഞാൻ ചീഫ് ജസ്റ്റിസിന്റെ കോടതിയിലുണ്ടായിരുന്നു. അതിലൊരു ദിവസം ജസ്റ്റിസ് കർണൻ നേരിട്ട് അദ്ദേഹത്തിന്റെ വാദമുഖങ്ങൾ അവതരിപ്പിച്ച ദിവസവുമായിരുന്നു. അദ്ദേഹത്തിന്റെ അന്നത്തെ വാദമുഖങ്ങൾ കേട്ടപ്പോൾ തോന്നിയത് എന്തെങ്കിലും തരത്തിലുള്ള അപഭ്രംശങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പൊരുത്തക്കേടുകൾ അതിലുണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നില്ല. അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ വളരെ സ്ഫുടമായും വ്യക്തമായും ശക്തമായും തന്നെ അന്ന് കോടതിയിൽ പറയുന്നത് കേൾക്കാമായിരുന്നു. പക്ഷെ അതിലൊക്കെ ഉപരി ഇത് കേവലം ഒരു ഈഗോയുടെ പ്രശ്നമോ എന്നതിലൊക്കെ ഉപരിയായി വളരെ മൗലികമായിട്ടുള്ള ചോദ്യങ്ങൾ ഈ ജസ്റ്റിസ് കർണൻ എപ്പിസോഡിലൂടെ പുറത്തു വരുന്നു എന്ന് കാണുന്നതായിരിക്കും, ഇല്ലെങ്കിൽ അതായിരിക്കും ഒരു പക്ഷേ ഈ കാര്യത്തിൽ കാണേണ്ടത്. എന്തുകൊണ്ട് നമ്മുടെ നീതിന്യായ സംവിധാനത്തിൽ ജസ്റ്റിസ് കർണന്മാർ നിയമിക്കപ്പെടുന്നു എന്നുള്ള വളരെ അടിസ്ഥാനപരമായ പ്രശ്നം. അതുപോലെ ജസ്റ്റിസ് കർണൻ തന്നെ അദ്ദേഹം വളരെ ഭ്രാന്തമായ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു. പല ആരോപണങ്ങൾക്കും അടിസ്ഥാനപരമായ തെളിവുകളോ മറ്റ് വസ്തുതകളുടെ പിൻബലമോ എന്തിന് യുക്തിയുടെ പിൻബലമോ പോലും പലപ്പോഴും ഇല്ലായിരുന്നു എന്നുള്ളതും സത്യമാണ്. പക്ഷേ ആക്ഷേപങ്ങൾ ഉന്നയിക്കപ്പെട്ടു കഴിഞ്ഞാൽ അതെവിടെ ഉന്നയിക്കണം, എങ്ങനെ തെളിയിക്കണം, ഏത് സംവിധാനമാണ് ന്യായാധിപർക്കെതിരെയുള്ള ആരോപണങ്ങൾ കൈകാര്യം ചെയ്യുവാൻ വേണ്ടി നിയമപരമായ എന്ത് സംവിധാനമാണ് രാജ്യത്തുള്ളത്. അതിന്റെ ഒപ്പം തന്നെ ഇപ്പോൾ ജസ്റ്റിസ് കർണനെ നിയമിച്ചത് ജസ്റ്റിസ് ബാലകൃഷ്ണൻ, ചീഫ് ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ ചീഫ് ജസ്റ്റിസ് ആയ കാലത്ത് കൊളീജിയത്തിലൂടെയാണ് ജസ്റ്റിസ് കർണൻ മദ്രാസ് ഹൈക്കോടതിയിൽ എത്തുന്നത്. അന്ന് ജസ്റ്റിസ് ഗാംഗുലി ആയിരുന്നു മദ്രാസ് ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ്. അപ്പോൾ ഇദ്ദേഹം നിയമിക്കപ്പെട്ടു കഴിഞ്ഞ് ഇത്രയും നമുക്ക് പരസ്യമായ പബ്ലിക് ഡൊമൈനിൽ ഇത്രയും ഭ്രാന്തമായിട്ടുള്ള പ്രസ്താവനകളും യുക്തിരഹിതമായിട്ടുള്ള പല പ്രസ്താവനകളും ആരോപണങ്ങളും നടത്തി. ഇദ്ദേഹം എഴുതിയ വിധിയുടെ സ്വഭാവം എന്തായിരിക്കും?
ഇദ്ദേഹം നൽകിയ ഉത്തരവുകളുടെ ഇരകൾ എത്ര ആയിരക്കണക്കിന് വരുന്ന ഇരകൾ ഉണ്ടാവും ഇദ്ദേഹത്തിന്റെ വിധിയുടെ ഭാഗമായിട്ട്? ജസ്റ്റിസ് കർണൻ ഒരു ഒറ്റപ്പെട്ട പ്രതിഭാസമാണോ? ഇത്തരത്തിലുള്ള ചോദ്യങ്ങളുണ്ട്. ജസ്റ്റിസ് കഡ്ജു, നമുക്കറിയാം ഗാന്ധിജി തൊട്ട് കാശ്മീർ വരെയുള്ള വിഷയങ്ങളിൽ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെ എന്ത് തരത്തിലുള്ള വിമർശനങ്ങളാണ് ജസ്റ്റിസ് കഡ്ജു ഉന്നയിച്ചത്. അദ്ദേഹവും പരമോന്നത കോടതിയിൽ ന്യായാധിപനായിരുന്നു. അപ്പോൾ ജസ്റ്റിസ് കർണൻ നിയമിക്കപ്പെടുന്നു, ജസ്റ്റിസ് കഡ്ജുമാർ നിയമിക്കപ്പെടുന്നു. ഈ നിയമന പ്രക്രിയയിലുള്ള അടിസ്ഥാനപരമായ പ്രശ്നം, കൊളീജിയത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള പരിമിതികൾ, വൈകല്യങ്ങൾ, ഇതൊക്കെ കൂടിയാണ് ഒരു പക്ഷേ ഈ വിഷയത്തിലൂടെ പുറത്തു വരുന്നത്. അങ്ങനെ കാര്യങ്ങളെ കാണുമ്പോൾ മാത്രമേ നമുക്ക് ഈ പ്രശ്നത്തിന്റെ അന്തസത്ത എന്തെന്ന് മനസ്സിലാക്കുവാനും പരിഹാരങ്ങളിലേക്ക് ഒരു ജനാധിപത്യത്തെ നയിച്ചു കൊണ്ടുപോകുവാനും സാധിക്കുകയും. തീർച്ചയായും വളരെ ഗൗരവതരമായ ഒരു പ്രശ്നമാണ് താങ്കൾ ഇപ്പോൾ ഉന്നയിച്ചത്. ഇപ്പോൾ ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ, ഇത് ഒരുപാട് പ്രത്യേകതകളും തമാശ നിറഞ്ഞതുമായ ഒരു സാഹചര്യം തന്നെയാണ്. അതിന്റെ ഒരു വിശദാംശത്തിലേക്കും വരാതെ തന്നെ കാര്യങ്ങളെല്ലാം നന്നായി അറിയുന്നയാളാണല്ലോ താങ്കൾ. സുപ്രീം കോടതിയുടെ അറസ്റ്റ് വാറണ്ട് തള്ളിക്കളഞ്ഞ ആളാണ്. സുപ്രീം കോടതിയോട്, ജഡ്ജിമാരോട്, ചീഫ് ജസ്റ്റിസിനോട് തന്നെ നേരിട്ട് ഏറ്റുമുട്ടിയ ആളാണ്. അവർക്ക് നേരെ ജാമ്യമില്ലാ വാറണ്ട് പുറപ്പെടുവിച്ചയാളാണ് ജസ്റ്റിസ് കർണൻ. പല രൂപത്തിൽ നിരന്തരം ഈ രൂപത്തിലൊക്കെ എല്ലാ പരിധികളും വിട്ട്, എല്ലാ ശൈലികളും ശീലങ്ങളും വിട്ടാണ് ജസ്റ്റിസ് കർണൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. സ്വാഭാവികമായും ഒരു പൗരന്റെ പരിഗണന മാത്രം നൽകി ഒരു ഹൈക്കോടതി ജഡ്ജിയെ കോടതി അലക്ഷ്യത്തിന് 6 മാസം തടവിന് അയക്കേണ്ട അവസ്ഥയിൽ രാജ്യത്തെ പരമോന്നത നീതിപീഠത്തിന് എത്തേണ്ടി വന്നു. അത് യഥാർത്ഥത്തിൽ ആ വിധി ഒരു അനിവാര്യതയാകുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള ആളുകൾ എങ്ങനെ ന്യായാധിപന്മാരായി നിയമിക്കപ്പെടുന്നു എന്നതടക്കം പരിശോധിക്കപ്പെടേണ്ടതാണോ ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ? അത് തീർച്ചയായിട്ടും. കർണൻ ഒരു രീതിയിലും ഒരു ഹൈക്കോടതി ജഡ്ജിയാകാൻ യോഗ്യനല്ല എന്നുള്ളത് ജുഡീഷ്യറി അടുത്തറിയാവുന്നവർക്ക് അറിയാം. മറ്റൊന്ന്, കർണന്റെ ഇപ്പോഴത്തെ പ്രവൃത്തിയിൽ നിന്ന് അദ്ദേഹം തെളിയിച്ചു ഒരു രീതിയിലും അദ്ദേഹം യോഗ്യനല്ല, നേരെ മറിച്ച് അദ്ദേഹം തീർത്തും അയോഗ്യനായ ഒരു വ്യക്തിയാണെന്നുള്ളത്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അദ്ദേഹം ഒരു ഹൈക്കോടതി ജഡ്ജി ആയി കഴിഞ്ഞാൽ അത് ഏറ്റവും ചുരുങ്ങിയത് ഉത്തരവാദിത്വപരമായിട്ട് അവരുടെ ജോലി, ആ ഹൈക്കോടതിയുടെ മാന്യത, ഇരിക്കുന്ന കസേരയുടെ മാന്യത നിലനിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അദ്ദേഹം പേറ്റന്റ് കണ്ടന്റ്, അതായത് പ്രൈമ ഫേസി കണ്ടന്റാണ്. കോടതിയുടെ അധികാരത്തിനെ ചോദ്യം ചെയ്യുക, ജഡ്ജിമാർക്കെതിരെ അഴിമതി ആരോപണങ്ങൾ പറയുക, യാതൊരു അടിസ്ഥാനമില്ല ആരോപണങ്ങൾ നടത്തി നോട്ടീസ് അയച്ച സുപ്രീം കോടതിയെ ഫൈൻ അടിക്കുക, അവരെ ജയിലിലിടാൻ ശിക്ഷിക്കുക, ദളിതർ കാർഡ് കാണിച്ച് അതിന്റെ ഒരു ചാമ്പ്യനായി മാറുക, അങ്ങനെ അപഹാസ്യമായ പെരുമാറ്റം കൊണ്ട് ഇന്ത്യൻ ജുഡീഷ്യറിക്കും സുപ്രീം കോടതിക്കും ഏറ്റവും വലിയ അവഹേളനം ആണ് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നുണ്ടായത്. അതിന്റെ ഒരു തടയലിന് മാത്രം വേണ്ടിയാണ് സുപ്രീം കോടതി ചെയ്തത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കോടതി ഇലക്ഷൻ നിയമത്തിൽ ജഡ്ജിമാർക്ക് യാതൊരു പ്രത്യേക സംരക്ഷണവുമില്ല. ജഡ്ജിമാർ കോർട്ടലക്ഷൻ ചെയ്താൽ അവർ ശിക്ഷിക്കപ്പെടും, യാതൊരു സംശയവുമില്ല. അതിന്റെ ഒരു സന്ദേശമാണ് ഈ സുപ്രീം കോടതി വിധി. പിന്നെ മറ്റൊന്ന്, ഇപ്പൊ കർണൻ ജൂലൈ റിട്ടയറിയായിരിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ യാതൊരുവിധ നടപടികളും ഇംപീച്ച്മെന്റ് മാത്രമേ ഉള്ളൂ. ഇംപീച്ച്മെന്റിന് രണ്ടേ കാരണങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്ന്, സ്വഭാവ ദൂഷ്യം, മിസ്ബിഹേവിയർ. 2, ശാരീരികവും മാനസികവുമായിട്ടുള്ള വൈകല്യം അല്ലെങ്കിൽ തളർച്ച. ഈ കാരണങ്ങളുണ്ട് ഈ കേസിൽ. പക്ഷെ വേറൊരു കാര്യം, ഇംപീച്ച് ചെയ്യാനുള്ള സമയമില്ല, അത് നടപ്പില്ല. അതുകൊണ്ട് സുപ്രീം കോടതി തീർച്ചയായിട്ടും കർണൻ ഒരു മാന്യമായ റിട്ടയർമെന്റ് എടുത്ത് പോകരുത്, അദ്ദേഹം ചെയ്ത കുറ്റകൃത്യങ്ങൾ കോർട്ടലക്ഷ്യം അതിന് സർവീസ് ഇരിക്കുമ്പോൾ തന്നെ ശിക്ഷിക്കണമെന്ന് അവർ തീരുമാനിച്ചു. യാതൊരു തെറ്റും അതിന് ഇന്ത്യയിൽ ഒരു പൗരന് കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ത്യൻ ജുഡീഷ്യറിയുടെ തീർത്തും അതിന്റെ വില ഇടിച്ചു താഴ്ത്തുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളാണ് കർണൻ നിർണ്ണയിച്ചത്. ഇപ്പോഴത്തെ ഈ കോടതിയുടെ ഈ ഒരു ഉത്തരവുണ്ടല്ലോ, അതായത് മാധ്യമങ്ങൾ ഇനി കർണൻ പറയുന്ന കാര്യങ്ങളോ കർണന്റെ ഉത്തരവുകളോ ഒന്നും പബ്ലിഷ് ചെയ്തിരുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതൊരു ഒരു ഒരു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഓർഡർ പാസ്സാക്കിയിരുന്നെങ്കിൽ ഈ നിലയിലേക്ക് കർണൻ അപ്പോഴും ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ, ഒരു സംശയം, അദ്ദേഹം പറയുന്നതും അദ്ദേഹം വീട്ടിലെ കോടതിയിൽ ഇരുന്ന് വിധിക്കുന്നു എന്ന് അദ്ദേഹം കരുതുന്നതുമായ കാര്യങ്ങളും പ്രസിദ്ധീകരിക്കരുത് എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോഴും അദ്ദേഹത്തിന്റെ ആ ജഡ്ജി പദവി ഉണ്ടല്ലോ, ആ പദവി നിലനിൽക്കുക തന്നെയല്ലേ? അത് യഥാർത്ഥത്തിൽ രാജ്യത്തെ ന്യായാധിപ സമൂഹത്തിന് അപമാനകരമാണ് എങ്കിൽ അതിലേക്ക് കോടതി ഇടപെടാത്തത് എന്തുകൊണ്ടാണ്? ജസ്റ്റിസ് കർണനെ കോടതിയലക്ഷ്യ ഹർജിക്ക് ശിക്ഷിച്ചു എന്നാണല്ലോ അപ്പോഴും നമ്മളെല്ലാം പറയുന്നത്. അതിലേക്ക് സുപ്രീം കോടതിക്ക് എന്തുകൊണ്ട് ഈ വിധിയുടെ ബലത്തിൽ തന്നെ, ഈ വിധിയുടെ പശ്ചാത്തലത്തിൽ തന്നെ അതടക്കം അവസാനിപ്പിക്കാൻ കഴിയാതെ വരുന്നു? സുപ്രീം കോടതി ഒരു താൽക്കാലിക ഉത്തരവ് പാസ്സാക്കിയിരുന്നു. ഇദ്ദേഹത്തിന്റെ എല്ലാ അധികാരങ്ങളും, അഡ്മിനിസ്ട്രേറ്റീവ് അധികാരങ്ങളും ജുഡീഷ്യൽ അധികാരങ്ങളും തൽക്കാലത്തേക്ക് എടുത്തു മാറ്റിയിരുന്നു.
അദ്ദേഹത്തിന് യാതൊരു കേസ് കേൾക്കാനുള്ള അധികാരമോ കോടതിയിൽ, കൽക്കട്ട ഹൈക്കോടതിയിൽ ഒരു കേസും അദ്ദേഹത്തിന് കേൾക്കാൻ അവസരമില്ലായിരുന്നു. അദ്ദേഹത്തിന് യാതൊരു ജുഡീഷ്യൽ ഓർഡറുകളും പാസ്സാക്കരുതെന്ന് സുപ്രീം കോടതിയുടെ വിലക്കുണ്ടായിരുന്നു. അതിനെ ലംഘിച്ചാണ് ഈ ഓർഡറുകൾ പാസ്സാക്കിയിട്ടുള്ളത്. അതാണ് സുപ്രീം കോടതി അത് അദ്ദേഹത്തിന് ശരിയാണ്. പക്ഷേ വല്ലാത്തൊരു ക്ഷമയും സഹിഷ്ണുതയും അങ്ങനെയാണെങ്കിൽ സുപ്രീം കോടതി കാട്ടിയതായി കാണാം. ഈ പറഞ്ഞൊരു നടപടികളിലേക്ക് എത്രയോ കാലം മുമ്പ് തുടങ്ങിയതാണ്. 2015 താങ്കൾ പറഞ്ഞ മദ്രാസ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജയ് കൃഷ്ണൻ കൌളിനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചുകൊണ്ട് കേസുകൾ നൽകുന്നില്ല എന്നതടക്കം പിന്നീട് അഴിമതി ആരോപണമായി അത് മാറുന്നു. അവിടെ നിന്ന് സ്ഥലം മാറ്റുന്നു. സ്ഥലം മാറ്റം ഉത്തരവ് റദ്ദ് ചെയ്തുകൊണ്ട് ഇടപെടുന്നു. എന്നിട്ട് വീണ്ടും കൊൽക്കത്തയിലേക്ക് പോയി. പക്ഷെ കൊൽക്കത്തയിൽ വീട്ടിലിരുന്നു കൊണ്ട് കോടതി ചേരുന്നു. എത്രയോ വർഷം കഴിഞ്ഞിട്ടും ഈ 2017 നമ്മൾ ഈ സംസാരിക്കുന്ന സമയവും അദ്ദേഹം ഒരു കോടതിയലക്ഷ്യ ഹർജിയിൽ ശിക്ഷിക്കപ്പെടുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അദ്ദേഹത്തിന്റെ ആ പദവി നിലനിൽക്കുന്നു എന്നതും ഗൗരവതരമല്ലേ? അദ്ദേഹത്തിന് സുപ്രീം കോടതി അദ്ദേഹത്തിനോട് വളരെ അനുകൂലമായ അനുഭവപരമായ പെരുമാറ്റമാണ് നടത്തിയത്. അതുകൊണ്ടാണ് സുപ്രീം കോടതി ആദ്യമേ കണ്ടന്റ് നോട്ടീസ് ഇഷ്യൂ ചെയ്യാതെ അദ്ദേഹത്തിനെ കൽക്കട്ടയ്ക്ക് സ്ഥലം മാറ്റി. റിട്ടയർ ചെയ്യാൻ കുറച്ച് വർഷമുള്ളൂ. അദ്ദേഹത്തിന് തിരുത്താൻ അവസരം കൊടുത്തു. മാന്യമായി ഹൈക്കോടതിയിൽ റിട്ടയർ അപ്പോൾ പിന്നെ കോടതി ഇന്ന് പറഞ്ഞ ഈ പൗരനുള്ള പരിഗണന മാത്രം എന്ന് പറയുന്നത് പൂർണ്ണാർത്ഥത്തിൽ ശരിയാകുന്നുണ്ടോ? ഒരു വലിയ തെറ്റ്, അപജയം, ന്യായാധിപ സമൂഹത്തിൽ തെറ്റായ പ്രവണത വരുത്തുന്ന ഒരു സമീപനം ഒരാളിൽ നിന്നുണ്ടായാൽ വർഷങ്ങളായി അത് സഹിക്കുക, ഏറ്റവും ഒടുവിൽ ഒരു പൗരന്റെ പരിഗണനയോടെ ശിക്ഷിക്കുക എന്ന് പറയുമ്പോൾ തന്നെ അതിലൊരു പൂർണ്ണത ആ ഇടപെടലിൽ കാണാനുമാകുന്നില്ല. എല്ലാ ആദരവോടെയും ആ ദൗർഭാഗ്യകരമാണ് ആ സമീപനം എന്നും പറയേണ്ടി വരുന്നുണ്ട് ഇത് കാണുന്ന ആളുകൾക്ക്, സാധാരണ ആളുകൾക്ക്. അല്ല, കോടതിയെ ഇതുപോലെ അവഹേളിക്കുക, സുപ്രീം കോടതിയുടെ അധികാരത്തിന് ചോദ്യം ചെയ്യുക, ഭരണഘടനയെ വെല്ലുവിളിക്കുക, നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുക, ആരുടെ ഭാഗത്തുനിന്ന്? ഒരു ഹൈക്കോടതി ജഡ്ജിന്റെ ഭാഗത്തുനിന്ന്. അതാണ് സാർ. എന്നിട്ട് എന്തുകൊണ്ടൊരു പിരിച്ചുവിടൽ? നാളെ മുതൽ കർണൻ, ഈ പറഞ്ഞ കർണൻ യഥാർത്ഥത്തിൽ ചിന്നസ്വാമി സ്വാമിനാഥൻ കർണൻ ഒരു ന്യായാധിപനല്ല എന്ന് പറയേണ്ട ഒരു ബാധ്യതയും ഉത്തരവാദിത്വവും ആരും പ്രകടിപ്പിച്ചില്ലല്ലോ. അത് ഭരണഘടനയിലെ ഒരു വലിയൊരു ന്യൂനതയാണത്. ഒരു ജഡ്ജിക്കെതിരെ കൃത്യസമയത്ത് നടപടിയെടുക്കാൻ യാതൊരു മാർഗവും ഇല്ല. ഇംപീച്ച്മെന്റ് മാത്രമേ ഉള്ളൂ. അത് രണ്ട് ഗ്രൗണ്ടേ ഉള്ളൂ. ഇൻകപ്പാസിറ്റി, മിസ്ബിഹേവിയറും, ഇത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു നടപടി അദ്ദേഹത്തിന്റെ പെൻഷൻ പറ്റുന്നതിന് മുമ്പ് യാതൊരു നടപടിയും എടുക്കാനോ തീർക്കാനോ പാർലമെന്റിന് സാധിക്കില്ല. അതുകൊണ്ട് ഞാൻ ദയവായി വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം താങ്കളിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ ആ ചർച്ച ആ വഴിക്ക് മാറിയതും. ഞാൻ അഭിലാഷിലേക്ക് വരുമ്പോൾ തന്നെ ശ്രീ കാളീശ്വരം രാജ്, താങ്കളുടെ ഒരു അഭിപ്രായം. ഇത് യഥാർത്ഥത്തിൽ 2011 താങ്കൾ പറഞ്ഞ 2009 ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ അധ്യക്ഷനായ കൊളീജിയമാണ് ഇദ്ദേഹത്തെ നിയമിക്കുന്നത്. അന്ന് തന്നെ താങ്കൾ പറഞ്ഞ പോലെ ഉണ്ടായി. അന്ന് എ കെ ഗാംഗുലി എന്ന ചീഫ് ജസ്റ്റിസോ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസോ ഇവരൊക്കെ പറയുന്നു എങ്ങനെയാണ് കർണൻ ഇതിൽ ഉൾപ്പെട്ടതെന്ന് അറിയില്ല എന്ന് വാർത്തകളിൽ ഇടം പിടിച്ച ഒരു സാഹചര്യം ഞാൻ ഓർമ്മിപ്പിക്കുന്നു. അത് 2009. 2011 ഈ ആരോപണങ്ങളുടെ തുടക്കം. ഇത് 2017 6 മാസത്തെ തടവ് വിധിക്കുന്ന ഒരു പ്രക്രിയ മാത്രമേ ഈ ന്യായാധിപന്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളൂ. അത് തീർച്ചയായും ഇവിടെ ഒരു ഉന്നത കോടതികളിലെ ന്യായാധിപനെ നീക്കം ചെയ്യണമെങ്കിൽ ഭരണഘടനയുടെ 124 അനുച്ഛേദത്തിന്റെ 4-5 ഉപ അനുച്ഛേദങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. അത് ഹൈക്കോടതി ജഡ്ജിമാർക്കും ബാധകമാണ് എന്ന് 217 അനുച്ഛേദത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഒരു കുറ്റക്കാരനായ ന്യായാധിപനെ പോലും നീക്കം ചെയ്യണമെങ്കിൽ സുപ്രീം കോടതിക്ക് പോലും അധികാരമില്ല. പാർലമെന്റിലുള്ള ഇംപീച്ച്മെന്റ് നടപടി മാത്രമാണ് അതിനുള്ള പോംവഴി. അതുകൊണ്ടാണ് ആ കാര്യത്തിലേക്ക് ഒരുപക്ഷെ സുപ്രീം കോടതി അധികാരത്തിന്റെ പരിമിതി മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കണം. അല്ലാതെ വേറൊരു വഴിയില്ല. നമുക്ക് സാമാന്യ ബുദ്ധിക്ക് നമുക്ക് അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പോലും, ആഗ്രഹിച്ചാൽ പോലും, എങ്കിൽ തോന്നിയാൽ പോലും ഭരണഘടനാപരമായി ഒരു ഉന്നത കോടതിയിലെ ഭരണഘടനാ കോടതിയിലെ ന്യായാധിപനെ, ഹൈക്കോടതികളിലാകട്ടെ സുപ്രീം കോടതിയിലെ ന്യായാധിപനാകട്ടെ നീക്കം ചെയ്യണമെങ്കിൽ ഇംപീച്ച്മെന്റ് മാത്രമാണ് ഭരണഘടനാപരമായ പോംവഴി, നിയമപരമായ പോംവഴി. പക്ഷെ അതിലൊക്കെ ഉപരിയായിട്ടുള്ളൊരു പ്രശ്നം, ഇപ്പോൾ ജസ്റ്റിസ് കർണൻ വളരെ വന്യമായ, വളരെ ഉച്ചസ്ഥരം, അദ്ദേഹത്തിന്റെ യുക്തിരഹിതമായ അല്ലെങ്കിൽ ഭ്രാന്തം എന്ന് തോന്നുന്ന നിലപാടുകളും പ്രസ്താവനകളും പബ്ലിക് ഡൊമൈനിൽ പത്രസമ്മേളനങ്ങളിലും മറ്റു രീതിയിലും പറഞ്ഞു. ജസ്റ്റിസ് കഡ്ജു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെ, ബ്ലോഗുകളിലൂടെ പറഞ്ഞു. പക്ഷേ ഇത്രയും പ്രകടമായിട്ടല്ലാതെ ഇതേ രീതിയിലുള്ള
ജനരാഹിത്യം കാണിക്കുന്ന അല്ലെങ്കിൽ ഇതേ രീതിയിലുള്ള വിചിത്രമായി കാര്യങ്ങളെ കാണുകയും ചിന്തിക്കുന്ന എത്രയോ ന്യായാധിപരുണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെയുള്ളവരെ നിയമിക്കുന്ന ഒരു സംവിധാനമാണോ കൊളീജിയം എന്നുള്ള സാമാന്യ ജനങ്ങളുടെ ചോദ്യം ഉയരുകയാണ്. ഈ ചോദ്യത്തിന് ഉത്തരം കാണേണ്ടി വരും. പലരും ഇത്രമേൽ പ്രകടമായിരിക്കില്ല. പലപ്പോഴും ഇത്തരത്തിലുള്ള വിചിത്രമായിട്ടുള്ള യുക്തികൾ ബ്ലോഗുകളിലോ ഫേസ്ബുക്കുകളിലോ ആയിരിക്കില്ല, വിധിന്യായങ്ങളിലായിരിക്കും. അതിന്റെ ഇരകളെ കുറിച്ചിട്ടാണ് നമ്മുടെ പാർലമെന്റും മറ്റും ഇനിയെങ്കിലും ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ടത് എന്നതാണ് ഒരുപക്ഷെ കർണൻ സംഭവം നൽകുന്ന ജനാധിപത്യപരമായ പാഠം. റൈറ്റ്, ഞാൻ താങ്കളിലേക്ക് വരാം. അഡ്വക്കേറ്റ് എം ആർ അഭിലാഷ്, ഇന്ന് ഡൽഹിയിൽ സുപ്രീം കോടതിയിൽ ഈ കേസ് നടക്കുന്ന ഘട്ടത്തിൽ ആ കോടതിയിൽ താങ്കൾ ഉണ്ടായിരുന്നു എന്നാണ് ഞങ്ങളുടെ പ്രതിനിധി ഉണ്ണികൃഷ്ണൻ പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം. അവിടെ നേരത്തെ ഷെമൻ കാരശ്ശേരി സൂചിപ്പിച്ച പോലെ കെ വേണുഗോപാലിനെ പോലെ മുതിർന്ന അഭിഭാഷകൻ ഇതിലൊരു സംശയം പ്രകടിപ്പിച്ചു. കാളീശ്വരം രാജ് സൂചിപ്പിച്ച പോലെ കീഴ്വഴക്കങ്ങളില്ലാത്ത അത്യപൂർവമായ ഒരു സാഹചര്യത്തിന്റെ വിധിയാണ് ഇന്നുണ്ടായത്. എന്നിട്ടും ഇത്ര വർഷങ്ങൾ നീണ്ട ഇത്ര വലിയ വെല്ലുവിളിയും ഇത്ര വലിയ നീതിന്യായ വ്യവസ്ഥയെ പരിഹസിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടും ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു അഭിഭാഷകനെങ്കിലും ഇത് ഇത്ര വേണമോ എന്ന് ചോദിക്കുന്ന നിലയിൽ ഒരു നിലപാട് സ്വീകരിച്ചാൽ കർണനിൽ എന്തോ ചില ശരിയുണ്ട് എന്നതിന്റെ പ്രശ്നമാണോ അത്? ശ്രീ ശരത്, ഇതിനെ മനസ്സിലാക്കേണ്ടത് ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ കോൺഫ്ലിക്റ്റ് ആയിട്ട് ചരിത്രം ഒരുപക്ഷെ ഇതിനെ വ്യാഖ്യാനിച്ചേക്കാം എന്നുള്ള ഒരു യാഥാർത്ഥ്യ ബോധത്തിൽ നിന്നുകൊണ്ടാണ് വേണുഗോപാൽ സാർ അങ്ങനെ ഒരു സബ്മിഷൻ നടത്തിയത്. ശബ്ദ സംപ്രേഷണത്തിൽ ചില തകരാറുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. താങ്കൾ ഇങ്ങോട്ട് പറയുന്നത് കേൾക്കാനാവുന്നില്ല. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ, ഇവിടെ ഈ ന്യായാധിപന്മാർ, ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി, ന്യായാധിപന്മാരുടെ യോഗ്യതയെക്കുറിച്ചുള്ള ഒരു പൊതുവായ ചർച്ചയ്ക്കാണ് ഈ സംഭവം വഴിയൊരുക്കുന്നത്. കൊളീജിയം എന്ന സംവിധാനം, അതിന്റെ അപര്യാപ്തത, അതിന്റെ ന്യൂനത വളരെയേറെ ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ വളരെ വിശാലമായി മാനസിക നിലയിൽ ന്യായാധിപന്റേത് തന്നെ സുപ്രീം കോടതിക്ക് സംശയം തോന്നുന്നുവെങ്കിൽ സർവീസിൽ തുടരുന്ന ആളുകളെ കുറിച്ചും ആളുകൾക്ക് ഇപ്പോൾ അഡ്വക്കേറ്റ് കാളീശ്വരം രാജൊക്കെ പറഞ്ഞതുപോലെ പല നിലകളിൽ ഈ നിലയിലൊക്കെ പ്രവർത്തിക്കുന്നവരുണ്ടാകാം, അവരുടെ യോഗ്യതയിൽ ആളുകൾക്ക് സംശയം ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ കുറ്റമറ്റ രീതിയിൽ ന്യായാധിപന്മാരെ കണ്ടെത്തുക എന്ന ഒരു വലിയ ഉത്തരവാദിത്വത്തിലേക്ക് കോടതിയും പൊതുസമൂഹവും സർക്കാരും ഭരണകൂടവും ഒക്കെ ഒരുപോലെ മാറേണ്ടതും ആലോചിക്കേണ്ടതുമല്ലേ? അഡ്വക്കേറ്റ് അഭിലാഷ്, ഇപ്പോൾ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ ടെലിഫോൺ ലൈനിൽ ഇല്ല എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അഡ്വക്കേറ്റ് അഭിലാഷ്, ഒന്ന് കൊളീജിയത്തെക്കുറിച്ചാണ് വളരെ പ്രധാനപ്പെട്ട സംശയം, അല്ലെങ്കിൽ ന്യായാധിപന്മാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട അവരുടെ യോഗ്യതയുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകൾക്ക് ഈ പ്രശ്നം വഴിയൊരുക്കും ഒരു ഭാഗം. രണ്ട്, കോടതിയിൽ ഞാൻ മുമ്പ് ചോദിച്ചതുപോലെ എന്തോ ചില ശരികളോ സംശയങ്ങളോ കർണന്റെ ഭാഗത്ത് നിന്ന് ആലോചിച്ചാൽ ഇപ്പോഴും ബാക്കിയുണ്ടോ? കെ വേണുഗോപാലൊക്കെ ഒരു സംശയം കോടതിയിൽ ചോദിച്ചതിനെ അങ്ങനെ കാണേണ്ടതുണ്ടോ? ശ്രീ ശരത്, സീനിയർ അഭിഭാഷകനായ ശ്രീ കെ വേണുഗോപാലിന്റെ അങ്ങനെയുള്ള ആ ഒരു സബ്മിഷനെ നാം അതിന്റെ പ്രോപ്പറായിട്ടുള്ള പരിപ്രേക്ഷ്യത്തിൽ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഒരിക്കലും ചരിത്രം ഇതിനെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ കോൺഫ്ലിക്ട് ബിറ്റ്വീൻ കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അങ്ങനെ ചരിത്രം ഇതിനെ വിശകലനം ചെയ്യരുത് എന്നുള്ള വളരെ ഗൗരവകരമായിട്ടുള്ള ഒരു കൺസേൺ ആണ് വേണുഗോപാൽ സാർ അവിടെ എക്സ്പ്രസ് ചെയ്തത്. അപ്പൊ അദ്ദേഹം റിട്ടയർ ആയതിനു ശേഷം പ്രൊസീഡിംഗ് നടത്തിയാൽ പോരെ എന്നുള്ള ആ ഒരു സംശയത്തിനെ നാം ആ രീതിയിലാണ് കാണേണ്ടത്. അപ്പൊ കോടതി എന്താണ് പ്രതികരിച്ചത്? റൂൾ ഓഫ് ലോയുടെ, നിയമത്തിന്റെ മുമ്പിൽ എല്ലാവരും ഈക്വൽ ആണ് എന്നുള്ള മഹത്തായ പ്രിൻസിപ്പിൾ അപ്ഹോൾഡ് ചെയ്തുകൊണ്ട് ഇതിന് കണ്ടംപ്റ്റ് കോടതിയലക്ഷ്യം എന്ന് പറഞ്ഞത് അത് കളർലെസ് ആണ്, അതിന് നിറഭേദങ്ങളില്ല. ആരാണെങ്കിലും നിയമത്തെ വെല്ലുവിളിക്കുകയാണെങ്കിൽ അവർക്കെതിരെയുള്ള പ്രൊസീഡിംഗ്സ് ഭരണഘടനാപരമായ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവേഴ്സിനെ റെക്കഗ്നൈസ് ചെയ്യാതെ ഒരു തെരുവ് ചട്ടമ്പിയെ പോലെ ഒരു ഹൈക്കോടതി ജഡ്ജി സുപ്രീം കോടതിയുടെ പരമാധികാരത്തെ വെല്ലുവിളിച്ചുകൊണ്ട് പൊതുജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിയമവ്യവസ്ഥ നിലനിൽക്കുന്ന, ഭരണഘടനാ വ്യവസ്ഥ നിലനിൽക്കുന്ന ഒരു രാജ്യത്തും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. കോടതി പരമാവധി ജസ്റ്റിസ് കർണന്റെ ഇത്തരത്തിലുള്ള പ്രകടനങ്ങളെ അക്കോമഡേറ്റ് ചെയ്യുവാൻ ശ്രമിച്ചു. ഇവിടെ ഇപ്പോൾ പറഞ്ഞതുപോലെ പല ആൾക്കാരും ഇവിടെ പറയുകയുണ്ടായി എത്രത്തോളം കോടതി അക്കോമഡേറ്റീവ് ആണോ, കാളീശ്വരം സാർ പറയുകയുണ്ടായി.
അപ്പൊ കോടതി പരമാവധി അക്കോമഡേറ്റ് ചെയ്യുവാൻ ശ്രമിച്ചു. പക്ഷേ ഇതിനെല്ലാത്തിനും ഒരു ബ്രിട്ടിൽ പോയിന്റ് ഇല്ലേ? അവസാനം ചീഫ് ജസ്റ്റിസിന് തന്നെയും തടവ് ശിക്ഷ വിധിച്ചുകൊണ്ട് ഒരു ഓർഡർ പാസ്സാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ഇപ്പം ഒരു ഹൈക്കോടതി ജഡ്ജി ഇങ്ങനെ പെരുമാറിക്കഴിഞ്ഞാൽ എങ്ങനെ സാധാരണക്കാരന്റെ നിയമവ്യവസ്ഥയിൽ വിശ്വാസമുണ്ടാകും? ഇത് സിവിൽ കണ്ടംപ്റ്റിനാണ് അദ്ദേഹത്തിനെ ശിക്ഷിച്ചത്. പക്ഷെ എന്റെ വിശ്വാസപ്രകാരം ഇത് സിവിൽ കണ്ടംപ്റ്റ് അല്ല, ഇത് ക്രിമിനൽ കണ്ടംപ്റ്റ് ആണ്. സ്കാൻഡലൈസിംഗ് ദ കോർട്ട്, ലോവറിംഗ് ദി അതോറിറ്റി ഓഫ് ദി കോർട്ട്. കണ്ടംപ്റ്റ് ഓഫ് കോർട്ട്സ് ആക്ട് 1971 സെക്ഷൻ 2 പ്രകാരം അദ്ദേഹം ഈ കമ്മിറ്റ് ചെയ്തിരിക്കുന്ന വെറും സിവിൽ കണ്ടംപ്റ്റ് അല്ല ശ്രീ ശരത്, ഇത് ക്രിമിനൽ കണ്ടംപ്റ്റ് ആണ്. ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ് ഞാൻ വാദിക്കുന്നതെങ്കിൽ തന്നെയും എന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വിശ്വാസം ജസ്റ്റിസ് കർണൻ ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത് രോഗമല്ല, ഒരു രോഗലക്ഷണമാണ്. ഇവിടെ ജഡ്ജിമാരെ നിയമിക്കുന്ന ഈ കൊളീജിയം വ്യവസ്ഥയിലേക്കുള്ള ഒരു പുനർ എക്സാമിനേഷൻ, ഒരു റീതിങ്കിങ് അത് അനിവാര്യമാണ്. അഭിലാഷ്, അത് തന്നെയാണ് ഇതിലെ വളരെ പ്രധാനപ്പെട്ട കാര്യം. അതാണ് ആദ്യം മുതൽ അഡ്വക്കേറ്റ് കാളീശ്വരം രാജു ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അഭിലാഷ്, ഞാൻ ഒന്ന് വരാം. ശ്രീ സെബാസ്റ്റ്യൻ പോൾ ഉണ്ട്, ശ്രീ എം എൻ കാരശ്ശേരി ഉണ്ട്, ടെലിഫോൺ ലൈനിൽ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ വീണ്ടും ഇപ്പോഴുണ്ട്. അദ്ദേഹത്തിലേക്ക് ഈ പറഞ്ഞൊരു പ്രശ്നം, ഇത് എല്ലാ ചർച്ചകളും കൊണ്ടുചെന്നെത്തിക്കുന്നത് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കൊളീജിയത്തിന്റെ യോഗ്യതയെക്കുറിച്ചാണ്. കാലോചിതമായ മാറ്റം അതൊരു അനിവാര്യതയാണ്. ന്യായാധിപന്മാരുടെ നിയമനം, അവരുടെ യോഗ്യത, അവരുടെ മാനസിക നില. ഇപ്പോൾ തന്നെ MR അഭിലാഷ് അഭിഭാഷകൻ ഇപ്പോൾ സൂചിപ്പിച്ചത് സിവിൽ കണ്ടംപ്റ്റ് മാത്രമേ ആകുന്നുള്ളൂ. ചെയ്ത തെറ്റുകളുടെ, ചെയ്ത അധിക്ഷേപങ്ങളുടെ ആകത്തുക പരിശോധിച്ചാൽ ഉതകുന്ന വിധത്തിലേക്കുള്ള ഒരു കോടതി അലക്ഷ്യം പോലും ഇതിൽ കണ്ടെത്തിയിട്ടില്ല. ഇതിലും ശക്തമായ ഒരു നടപടിയിലേക്ക്, ക്രിമിനൽ കണ്ടംപ്റ്റ് തന്നെ, സിവിൽ കണ്ടംപ്റ്റ് മാത്രമാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ കൊളീജിയം കുറച്ചുകൂടി, ആ കൊളീജിയം വഴിയുള്ള നിയമനവും അതിന്റെ യോഗ്യതയും ഗൗരവതരമായ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതല്ലേ പുതിയ കാലത്ത്? തീർച്ചയായിട്ടും ശരത്തെ, ഞാൻ പൂർണ്ണമായി അതിനോട് യോജിക്കുന്നു. കൊളീജിയത്തിന് ധാരാളം പോരായ്മകളുണ്ട്. കഴിവില്ലാത്ത, യോഗ്യരില്ലാത്ത ധാരാളം പേരെ ഹൈക്കോടതി ജഡ്ജിമാരായിട്ട് നിയമിക്കപ്പെടുന്നുണ്ട് പല സാഹചര്യങ്ങളിലും. പക്ഷെ മറ്റൊന്ന് നമ്മൾ ആലോചിക്കേണ്ടത്, ഈ കൊളീജിയത്തിന് മുമ്പുണ്ടായിരുന്ന സംവിധാനം എന്തായിരുന്നു? അത് ഏതെങ്കിലും രീതിയിൽ കൊളീജിയത്തിന്റെ കാര്യം നല്ലതായിരുന്നു? അല്ല. ഈ കൊളീജിയം ഒരു ഇംപ്രൂവ്മെന്റ് ആയിരുന്നു. ഇതിനു മുമ്പുള്ള രാഷ്ട്രീയ ഇടപെടലുകളിൽ കൂടി നിയമനങ്ങൾ നടത്തിയ കാലഘട്ടം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഈ കൊളീജിയം 25 വർഷമായിട്ട് വലിയ പ്രശ്നങ്ങളില്ലാതെ മുമ്പോട്ട് പോയിരുന്നു. ഈ കൊളീജിയത്തിന്റെ സംവിധാനം കുറച്ചുകൂടെ നന്നാക്കണം, യാതൊരു സംശയവുമില്ല. 2009 മുതലുള്ള ഈ ഒരു ഒറ്റ സംഭവം പോരെ കൊളീജിയത്തിന്റെ സകല ഏർപ്പാടും അവസാനിക്കാൻ? ജസ്റ്റിസ് കർണൻ എന്ന ഒരൊറ്റ അധ്യായം അത് മാത്രം പോരെ? 2009 ജസ്റ്റിസ് KGB, AK ഗാംഗുലി, ഇവരൊക്കെ പിന്നീട് വിവാദമായ ഘട്ടത്തിൽ അവരൊന്നും ഈ പേരെങ്ങനെ ഇതിനകത്തേക്ക് വന്നു എന്നതുപോലും അറിയില്ല എന്ന മട്ടിൽ വാർത്തകളുണ്ട്. ഞാൻ അതിന്റെ മറ്റാധികാരികതകളിലേക്കല്ല പോകുന്നത്. അതുമെല്ലാം കഴിഞ്ഞാലും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ വരെ 5 വർഷം തടവിന് വിധിക്കുന്ന നിലയിലേക്ക് അവരുടെ കൊളീജിയം കണ്ടെത്തിയ ഒരു ന്യായാധിപൻ ഈ രാജ്യത്ത് മാറിയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് മേന്മയാണ് യഥാർത്ഥത്തിൽ ഇനി അവശേഷിക്കുന്നത് ഈ കൊളീജിയത്തിന്? തീർച്ചയായിട്ടും ശരത്ത്, ഞാൻ അതിനോട് പൂർണ്ണമായിട്ട് യോജിക്കുകയാണ്. ഈ കർണന്റെ നിയമനം ഒരു കാരണവശാലും ന്യായീകരിക്കാവുന്ന അദ്ദേഹത്തിന്റെ ബോധ്യം തന്നെ തെളിഞ്ഞു. അതല്ല എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്നത് ശരിയല്ല. പക്ഷേ ഞാൻ പറയുകയാണ്, ഇങ്ങനെയുള്ള കർണന്മാർ ഭാഗ്യം കൊണ്ട് വളരെ കുറവാണ്, തീർത്തും കുറവാണ്. അതാണ് ഏറ്റവും വലിയ നേട്ടം, ഈ കൊളീജിയം സിസ്റ്റത്തിന്റെ നേട്ടം. ഇങ്ങനെയുള്ള കർണന്മാർ അപൂർവമായിട്ട് മാത്രമേ കോടതികൾ നിയോഗിക്കപ്പെടാറുള്ളൂ. മിക്കവാറും വേറെ നല്ല ജഡ്ജിമാരാണ്. അതുകൊണ്ട് ഒരു കർണൻ പറ്റേണ്ട ഈ സംവിധാനത്തെ ചോദ്യം ചെയ്യുന്നത് ശരിയല്ല. ഇങ്ങനെയുള്ള കർണന്മാർ ഒരു കാരണവശാലും നിയോഗിക്കപ്പെടാണ്ടിരിക്കാൻ ഇങ്ങനെയുള്ള കർണനെ അവരോധിക്കുന്ന പുരാണത്തിലെ ദുര്യോധനന്മാർ ഇനി സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും വരാതിരിക്കട്ടെ. തീർച്ചയായിട്ടും ഒരു കർണനും ഒരവസരം കൊടുക്കരുത് എന്നാണ് എന്റെ അഭിപ്രായം, വ്യക്തിപരമായ അഭിപ്രായം. റൈറ്റ്, നന്ദി ശ്രീ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ. അഡ്വക്കേറ്റ് കാളീശ്വരം രാജ്, ഈ ഒരു കാര്യത്തിലേക്ക് ഇപ്പോൾ പറഞ്ഞ ഈ പരാമർശവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുകൂടി ഇവിടെയാണ് യഥാർത്ഥത്തിൽ കൊളീജിയത്തിൽ ഈ ഒരൊറ്റ കർണനെ വെച്ചുകൊണ്ട് കൊളീജിയത്തെ പൂർണ്ണമായും വിലയിരുത്തുന്നതിലുള്ളൊരു അപാകതയാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ജുഡീഷ്യൽ കമ്മീഷൻ എന്ന് പറയുന്നൊരു പ്രധാനപ്പെട്ട പശ്ചാത്തലം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുകയാണ്. പുതിയൊരു സാഹചര്യത്തിൽ സുപ്രീം കോടതി അടക്കം കുറച്ചുകൂടി നമ്മുടെ പ്രധാനപ്പെട്ട ന്യായാധിപന്മാരൊക്കെ കുറച്ചുകൂടി വിശാലമായി ജഡ്ജിമാരുടെ നിയമനത്തെ പരിഗണിക്കേണ്ടതുണ്ടോ? തീർച്ചയായും പരിഗണിക്കേണ്ടതുണ്ട്. ആ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടതുണ്ട്. പക്ഷെ അങ്ങനെ തീരുമാനമെടുക്കുമെന്ന് പ്രതീക്ഷിക്കാൻ ഉള്ള തരത്തിലുള്ള അനുഭവങ്ങൾ നമ്മെ സംബന്ധിച്ചിടത്തോളം മുൻപിലില്ല എന്നുള്ളതാണ് പ്രശ്നം. നോക്കൂ, ഇവിടെ കൊളീജിയത്തിന്റെ വിഷയം ഒരുപാട് പതിറ്റാണ്ടുകളായി നാം ഇത് ചർച്ച ചെയ്യുന്നു. ജസ്റ്റിസ് കർണൻ ഒറ്റപ്പെട്ട ഒരു പ്രതിഭാസമല്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ജസ്റ്റിസ് കഡ്ജുവിന്റെ പരാമർശങ്ങൾ, അദ്ദേഹം പരാമർശങ്ങൾ പലതും
പൊതുവായി നടത്തിയത് ഇല്ലെങ്കിൽ പരസ്യമായി നടത്തിയത് റിട്ടയർമെന്റിന് ശേഷമാണെങ്കിലും ആ പരാമർശങ്ങളിൽ, അതായത് ഗാന്ധിയെക്കുറിച്ചായാലും കാശ്മീരിനെ കുറിച്ചായാലും ആ പരാമർശങ്ങളിൽ പ്രതിഫലിച്ച് കണ്ട യുക്തിരാഹിത്യം അല്ലെങ്കിൽ പർവേഴ്സിറ്റി എന്ന് വിളിക്കാവുന്ന വിധത്തിലുള്ള ആ യുക്തിഭംഗം, അത് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ വിധികളിൽ ഉണ്ടായിരുന്നുവോ എന്ന് ഞാൻ പറയുന്നില്ല. ഉണ്ടായിരുന്നുവോ എന്ന് സാധാരണക്കാർ ചോദിച്ചേക്കാം. അതുപോലെ മുൻപ് ജസ്റ്റിസ് ദിനകരന്റെ പ്രശ്നം, സൗമിത്ര സെന്നിന്റെ പ്രശ്നം, ഇങ്ങനെ ധാരാളം പ്രശ്നങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. പറഞ്ഞു വരുന്നത് ഇത് ഒരു ഒറ്റ ജസ്റ്റിസ് കർണന്റെ മാത്രം പ്രശ്നമല്ല, ജസ്റ്റിസ് കഡ്ജുവിന്റെ മാത്രം പ്രശ്നമല്ല, അല്ലെങ്കിൽ എയുടെയോ ബിയുടെയോ മാത്രം പ്രശ്നമല്ല. പ്രശ്നമെന്ന് പറയുന്നത് ഇതിന്റെ ഭവിഷ്യത്ത് ഇതിനകം തന്നെ ഇന്ത്യ അനുഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. പലരും ഇത്രയും പരസ്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷേ എന്തായിരുന്നു നമ്മുടെ ജനങ്ങൾക്ക് മുമ്പിലുള്ള, വ്യവഹാരികൾക്ക് മുമ്പിലുള്ള വഴികൾ? അവർ ഇരകളാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് മുമ്പിൽ ഉന്നത കോടതികളിലെ വിധികൾക്ക് ഇരയായി തീർന്ന, ഇല്ലെങ്കിൽ ഈ രീതിയിലുള്ള യുക്തിരാഹിത്യത്തിന് ഇരയായി തീർന്ന സാധാരണക്കാർ എവിടെ പോയി സമാധാനം പറയണമായിരുന്നു? ഇതാണ് പ്രശ്നം. ഇങ്ങനെ നോക്കുമ്പോൾ സംവിധാനത്തിന്റെ പ്രശ്നങ്ങൾ വ്യക്തിതലത്തിലല്ലാതെ സംവിധാനത്തിന്റെ പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ്. അപ്പോൾ കൊളീജിയത്തിന്റെ പ്രശ്നങ്ങൾ വന്നപ്പോൾ 2015 പോലും ഒക്ടോബർ 16 സുപ്രീം കോർട്ട് അഡ്വക്കേറ്റ്സ് ഓൺ റിക്കാർഡ് അസോസിയേഷന്റെ കേസിലൂടെ സുപ്രീം കോടതി വീണ്ടും കൊളീജിയത്തെ പുനരുജ്ജീവിപ്പിക്കുകയാണ് ചെയ്തത്. 99ാം ഭരണഘടനാ ഭേദഗതിയും NJSC നിയമവും കൊണ്ടുവന്ന ഗവൺമെന്റിന്റെ നടപടികളെ അസാധുവാക്കിക്കൊണ്ട്, ഭരണഘടനാ ഭേദഗതിയെയും നിയമത്തെയും അസാധുവാക്കിക്കൊണ്ട് കൊളീജിയത്തെ പുനരുജ്ജീവിപ്പിക്കുകയാണ് ചെയ്തത്. മറിച്ച് മറ്റു രാജ്യങ്ങളിൽ നോക്കൂ. ഈ സമീപകാലത്താണ് കാനഡയുടെ പ്രൈം മിനിസ്റ്റർ വളരെ പ്രസക്തമായിട്ടുള്ളൊരു പ്രസ്താവന നടത്തിയത്. അവിടെ സ്വതന്ത്ര ജുഡീഷ്യൽ കമ്മീഷനിലൂടെ സാധാരണ യോഗ്യതയുള്ള ആളുകൾക്ക് പോലും ന്യായാധിപ സ്ഥാനത്തേക്ക് അപേക്ഷിക്കുവാനും അവരെ വസ്തുനിഷ്ഠമായ ഒരു പ്രക്രിയയിലൂടെ തെരഞ്ഞെടുക്കുവാനും ഞങ്ങൾ പോകുന്നു എന്നുള്ളതാണ് കാനഡയുടെ പ്രധാനമന്ത്രിയുടെ പരസ്യമായിട്ട് വളരെ റാഡിക്കൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന മാറ്റങ്ങളാണ് ജനാധിപത്യ രാജ്യങ്ങളിൽ നടക്കുന്നത്. ഇംഗ്ലണ്ടിലും അത് തന്നെയാണ് 2005 കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ് ആക്ടിലൂടെ നടന്നത്. ഈ രീതിയിൽ ചിന്തിക്കാൻ ജസ്റ്റിസ് രാമേന്ദ്രൻ നായർ പറഞ്ഞതിലുള്ള ഒരു പരിമിതി അതാണ്. കാരണം ഒന്നുകിൽ രാഷ്ട്രീയക്കാർക്ക് മേധാവിത്വം, അതല്ലെങ്കിൽ ജഡ്ജിമാർക്ക് മേധാവിത്വം. ഇതിനപ്പുറമുള്ള ജനാധിപത്യ സംവിധാനങ്ങൾ, സ്വതന്ത്ര നിയമന കമ്മീഷനുകളെ കുറിച്ച് നമ്മുടെ പാർലമെന്റ് ഇനിയും ചിന്തിക്കണം. മറ്റൊരു രീതിയിൽ പഴയ നിയമത്തിൽ നിന്ന് വ്യത്യസ്തമായി രാഷ്ട്രീയക്കാർക്കോ ജഡ്ജിമാർക്കോ മേധാവിത്വം ഇല്ലാത്ത സ്വതന്ത്രമായ നിയമന കമ്മീഷനിലൂടെ പരസ്യമായി സുതാര്യമായി വസ്തുനിഷ്ഠമായ പ്രക്രിയയിലൂടെ ന്യായാധിപരെ തെരഞ്ഞെടുക്കുകയും ന്യായാധിപരുടെ ഭാഗത്ത് ആരോപണങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവ പരിശോധിക്കാനുള്ള സ്വതന്ത്ര സംവിധാനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യണം. ആ ഒരു ലെജിസ്ലേറ്റീവ് ആക്ടിവിസമാണ് ഈ കാര്യത്തിൽ വേണ്ടത്. അതാണ് ജസ്റ്റിസ് കർണൻ ബോധപൂർവമായിട്ടല്ലെങ്കിലും ഒരു രാജ്യത്തെ ഓർമ്മിപ്പിക്കുന്നത്. അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ, ഏതായാലും വളരെ പ്രകടമായി ഏവർക്കും തോന്നുന്ന ഒരു പെരുമാറ്റ ദൂഷ്യമോ അയോഗ്യതയോ ജസ്റ്റിസ് കർണന്റെ ഓരോ നടപടികളിലും കഴിഞ്ഞ കുറെ വർഷങ്ങളായി, പ്രത്യേകിച്ച് 2016, 2017 എത്തിയതോടുകൂടി അത് അതിന്റെ പാരമ്യത്തിലെത്തി. ഒടുവിൽ സുപ്രീം കോടതിക്ക് തന്നെ കർണന്റെ മാനസിക നിലയ്ക്ക് വലിയ കുഴപ്പമുണ്ട് എന്ന് ആദ്യം കണ്ടെത്തേണ്ടി വരുന്നു. ഏറ്റവും ഒടുവിൽ ശിക്ഷിക്കുന്ന നിലയിൽ കാര്യങ്ങൾ എത്തുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ ഈ കേസിനെ വളരെ വ്യത്യസ്തമാക്കുന്നത്, ഈ വിധിയെ വ്യത്യസ്തമാക്കുന്നത്. ആ നിലയിലുള്ളൊരു അപൂർവത താങ്കൾ നിരീക്ഷിക്കുന്നത്, പരിഗണിക്കുന്നത് എങ്ങനെയാണ് ഈ കേസിൽ? ഈ പട്ടാള അട്ടിമറി ഒക്കെ നടക്കുമ്പോൾ ചിലപ്പോൾ ജഡ്ജിമാരെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിൽ ആക്കാറുണ്ട്. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ സിറ്റിംഗ് ജഡ്ജിയെ കോടതി അലക്ഷ്യക്കുറ്റത്തിന് ജയിലിൽ അടയ്ക്കുക, അത് കോടതിയുടെ ഉത്തരവനുസരിച്ച്, അത് അപൂർവമാണ്. ഇന്ത്യയിൽ ഇതിനു മുൻപ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. കർണൻ കൽക്കട്ട ഹൈക്കോടതി ജഡ്ജിയാണ്. അദ്ദേഹത്തെ കുറെ കാലമായി ഔദ്യോഗിക കൃത്യ നിർവഹണത്തിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ്. വളരെ അത്ഭുതകരമായ, വിസ്മയം ജനിപ്പിക്കുന്ന ആരോപണങ്ങളും ആക്ഷേപങ്ങളും പ്രസ്താവനകളുമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മനോനിലയിൽ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ അദ്ദേഹം ഇതെല്ലാം സ്വയം ചോദിച്ച് വാങ്ങി എടുത്തതാണ്. പക്ഷേ എങ്കിലും സുപ്രീം കോടതിക്ക് വേണമെങ്കിൽ ഒരു ഔചിത്യം, അല്ലെങ്കിൽ നമ്മൾ ഒരു ഭാഗത്ത് നോക്കുമ്പോഴുള്ള ആ കോടതിയുടെ ഒരു മഹത്വം ഒക്കെ നിലനിർത്തുന്നതിന് 1 മാസം കൂടി വെയിറ്റ് ചെയ്യാമായിരുന്നു. കാരണം 30 ദിവസം മാത്രമാണ് ഇനി കർണന് സർവീസിൽ അവശേഷിക്കുന്നത്. അതുകൊണ്ട് അതിനുശേഷം വേണമെങ്കിലും ഈ ശിക്ഷ നൽകാമായിരുന്നു.
തീർച്ചയായും. പക്ഷേ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, കോടതിയിൽ കെ വേണുഗോപാൽ ഒരു നിലപാടെടുത്തതും അതേക്കുറിച്ചാണ്, അതിന്റെ ഒരു പശ്ചാത്തലത്തെക്കുറിച്ച് നേരത്തെ ഇപ്പോൾ എം ആർ അഭിലാഷ് സൂചിപ്പിക്കുകയും ചെയ്തു. കാരശ്ശേരി മാഷുമൊക്കെ അതേ പരാമർശിച്ചു, താങ്കളും അതാണ് സൂചിപ്പിച്ചത്. പക്ഷേ അങ്ങനെ വന്നാൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ എടുത്ത ഈ വിധിയുടെ ചരിത്രപരമായ ഒരു പ്രസക്തി ചർച്ച ചെയ്യപ്പെടാതെ പോകും. നേരത്തെ കാളീശ്വരം രാജൊക്കെ സൂചിപ്പിച്ച പോലെ അത് യഥാർത്ഥത്തിൽ കർണനിൽ ഒതുങ്ങുന്ന ഒരു പ്രശ്നത്തെ അല്ല പ്രതിഫലിപ്പിക്കുന്നത്. ജഡ്ജിമാരുടെ നിയമനം, നിലവിലെ രീതി, അതിലുള്ള കാലോചിതമായ പരിഷ്കാരത്തിലേക്കൊക്കെയുണ്ട്. ആ നിലയ്ക്ക് നോക്കിയാൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസക്തി ഈ വിധിക്കില്ലേ? കോടതിയെ പരിഹസിച്ചാൽ ശിക്ഷ ഉണ്ടാകും, അതാണ് സന്ദേശം. ചീഫ് ജസ്റ്റിസ് ഇന്ന് പറഞ്ഞല്ലോ, ഞങ്ങളുടെ മുന്നിൽ വ്യക്തികൾ, അവരുടെ പദവി, സ്റ്റാറ്റസ് അതൊരു വിഷയമല്ല. ഹൈക്കോടതി ജഡ്ജി ആയാലും സാധാരണക്കാരനായാലും ഞങ്ങൾ ഒരേ രീതിയിൽ കാണും. അതൊക്കെ ശരിയാണ്, അങ്ങനെ തന്നെയാണ് വേണ്ടത്. പക്ഷേ ഇവിടെ ഉള്ള ഒരു പ്രത്യേകത, ഇനി അവശേഷിക്കുന്ന ഒരു മാസം അദ്ദേഹം കോടതിയിലില്ല, കോടതിക്ക് പുറത്താണ്. അതിന് കോടതിയിൽ പ്രവേശിക്കാൻ കഴിയില്ല, അതിന് മാറ്റി നിർത്തിയിരിക്കുകയാണ്. അവിടെ ഇരുന്നുകൊണ്ടും വീട്ടിലിരുന്നു കൊണ്ടും അദ്ദേഹം വിചിത്രമായ ചില വിധികളൊക്കെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ചീഫ് ജസ്റ്റിസിനെയും 7 ജഡ്ജിമാരെയും 5 കൊല്ലത്തേക്ക് അദ്ദേഹം ശിക്ഷിച്ചു. അങ്ങനെയുള്ള അതൊക്കെ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന് എന്താണ് അദ്ദേഹത്തിന്റെ ഒരു മാനസിക വിഭ്രാന്തി എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം മെഡിക്കൽ പരിശോധനയ്ക്ക് അദ്ദേഹം വിധേയനായിട്ടില്ല. എങ്കിൽ പോലും ഇപ്പോൾ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് എന്ന് പറയുന്നതിന് വേണ്ടിയാണ് കോടതിയുടെ ഡിഗ്നിറ്റി അത് നിലനിർത്തുന്നതിന്. അപ്പോൾ ഒരു ഡിഗ്നിഫൈഡ് ആയ ഒരു പെരുമാറ്റം, പ്രതികരണം കോടതിയിൽ നിന്ന് ഉണ്ടാകണമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 30 ദിവസം കൂടി കാക്കാമായിരുന്നു. അതിനുശേഷം അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനായി മാറും. അദ്ദേഹത്തെ ജയിലിലേക്കോ ശിക്ഷിക്കുകയോ. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ എം എൻ കാരശ്ശേരി, വളരെ പ്രധാനപ്പെട്ട നിയമവിദഗ്ധരാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മളോടിപ്പോൾ സംസാരിച്ചത്. അവർ പറഞ്ഞതിൽ നിന്നും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഉയരുന്നത് ഈ നിയമന രീതിയിലേക്കാണ്. പക്ഷേ രസകരമായി തോന്നിയത്, മാനസിക നില തെറ്റിയ ആളാണ് എന്ന നല്ല ബോധ്യത്തോടുകൂടി പരിശോധിക്കാനും നടപടി സ്വീകരിച്ച സുപ്രീം കോടതി ഒരു സാമാന്യ നിലയ്ക്ക്, ഒരു മനോനിലയ്ക്ക് ഒരു പോറലുമേൽക്കാത്ത ഒരു പൗരൻ എന്ന നില പരിഗണിച്ചുകൊണ്ട് തൊട്ടടുത്ത സിറ്റിംഗിൽ ഈ പറഞ്ഞ ജസ്റ്റിസ് കർണനെ ശിക്ഷിക്കുന്ന നില, കോടതിക്ക് മാനസിക നില തെറ്റിയ ആളായി അതിനു മുമ്പ് തോന്നി. തൊട്ടു പിന്നാലെ നല്ല ബോധ്യമുള്ള ഒരാളെ ശിക്ഷിക്കും പോലെ തന്നെ ശിക്ഷിക്കുന്നു. ഇതാണ് നേരത്തെ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞ പോലെ കുറച്ചുകൂടി കാത്തിരുന്നുകൊണ്ട് ഏതായാലും ഇത്രയൊക്കെയായി എന്നും വേണമെങ്കിൽ അതിൽ പറയാം. പക്ഷേ ആദ്യം മുതൽ ഉന്നയിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. 2009 മുതൽ ആദ്യം ദളിത് വിവേചനമാണ് കർണൻ ഉന്നയിച്ചത്. അത് കൃത്യമായി പരിഗണിക്കപ്പെടാത്തൊരു സാഹചര്യത്തിൽ ഇത്ര വിചിത്രമായ നിലകളിലേക്ക് ഇതേ പൗരൻ, ന്യായാധിപൻ എന്നതൊക്കെ പോട്ടെ, ദളിത് വിവേചനം അനുഭവിച്ച ഒരു പൗരൻ, ഒരു ന്യായാധിപൻ ഈ രൂപത്തിൽ മാറപ്പെട്ടതാകാൻ ഇടയുണ്ടോ? അത് കാര്യമായ പരിശോധന ഇന്ത്യൻ ജുഡീഷ്യറിയിൽ നടന്നതായി പൂർണ്ണമായും താങ്കൾ ധരിക്കുന്നുണ്ടോ? കേസുകൾ തനിക്ക് കൈമാറുന്നില്ല, സഹജഡ്ജി തൊഴിച്ചു എന്ന ആക്ഷേപങ്ങളൊക്കെ വരുന്നു. അതൊക്കെ അത് അവതരിപ്പിച്ച രീതിയിലും അവതരിപ്പിച്ച ഫോറത്തിലും ഒക്കെ പ്രശ്നം പിന്നീട് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ തുടക്കത്തിൽ ഇത്തരം ആക്ഷേപങ്ങൾ ഉന്നയിച്ചത് അവജ്ഞയോടെ തള്ളിക്കളഞ്ഞതും ഈ രീതിയിൽ കാര്യങ്ങളെ വഷളാക്കാൻ ഇടയാക്കിയിട്ടുണ്ടാകുമോ? മറ്റൊരു തരത്തിലെ നിരീക്ഷണമാണ് ശ്രീ എം എൻ കാരശ്ശേരി ഈ കാര്യത്തിൽ ഞാൻ താങ്കളോട് ചോദിക്കുന്നത്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇദ്ദേഹം ഒരു കത്തെഴുതുമ്പോഴാണ് ഇത് ആരംഭിക്കുന്നത്. അതായത് തന്റെ മദുരാശി ഹൈക്കോടതിയിലെ സഹപ്രവർത്തകര് ഒക്കെ കൈക്കൂലി വാങ്ങിയിട്ടുണ്ട്, അത് അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ കൈക്കൂലി വാങ്ങിയിട്ടുണ്ട് എന്നൊരു പരാതി ഉണ്ടെങ്കിൽ അതിന് ഇവിടുത്തെ നീതിന്യായ പീഠം അല്ലെങ്കിൽ നിയമവ്യവസ്ഥ ആവശ്യപ്പെടുന്ന ഒരു പ്രൊസീജിയർ ഉണ്ട്. അതനുസരിച്ചാണ് ചെയ്യേണ്ടത്. പിന്നീട് അദ്ദേഹം ഇങ്ങനെ നിരന്തരം കത്തയക്കുക, അതിപ്പോ എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. അതെ. അപ്പോ വളരെ പരിഹാസ്യമായ രീതിയിലാണ് അദ്ദേഹം പെരുമാറിയത് എന്നുള്ളതിനെ പറ്റി ആരും തർക്കിക്കയില്ല. ഇതിന് സമാനമായൊരു സംഭവം പാകിസ്ഥാനിലുണ്ടായതായിട്ട് എനിക്കിപ്പോൾ ഓർമ്മ വരികയാണ്. അന്ന് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പർവേഷ് മുഷറഫിന്റെ കാലത്താണ് അവിടുത്തെ ചീഫ് ജസ്റ്റിസ് ചൌധരി എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഞാൻ ഓർമ്മിക്കുന്നത്, അദ്ദേഹത്തെ വീട്ടുതടങ്കലിൽ വെച്ചു. കാരണം അവിടുത്തെ പാകിസ്ഥാൻ ഭരണകൂടത്തിന് സമ്മതമല്ലാത്ത ഒരു വിധി പുറപ്പെടുവിച്ചതിന്റെ പേരിലാണ്. ആ വിധി പുറപ്പെടുവിച്ചപ്പോൾ അദ്ദേഹത്തെ വീട്ടുതടങ്കലിൽ വെച്ചു. ആ വീട്ടുതടങ്കലിനെതിരായിട്ട് അവിടെ നിരവധി ജഡ്ജിമാരും വക്കീലന്മാരും പ്രോസിക്യൂട്ടർമാരും ഒക്കെ സമരം ചെയ്തു. വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു സമരമായിരുന്നു പാകിസ്ഥാൻ ചരിത്രത്തിൽ. അത്
ഇവിടെ എന്താന്ന് വിചാരിച്ചാൽ അത് ഭരണകൂടത്തിനെതിരായി നീതിയാണ് എന്ന് തനിക്ക് തോന്നിയ ഒരു വിധി പുറപ്പെടുവിക്കുകയാണ് ജസ്റ്റിസ് ചെയ്തത്. അവസാനം അദ്ദേഹം ആ സ്ഥാനത്ത് തിരിച്ചെത്തുകയും ചെയ്തു. ഇവിടെ ഇപ്പോ അനീതിക്കെതിരായിട്ട് അഴിമതിക്കെതിരായിട്ട് പോരാടുകയാണെങ്കിൽ അതിന്റെ ഒരു രീതിയുണ്ട്. ഒന്നുകിൽ അദ്ദേഹം അതിന്റെ പ്രൊസീജിയർ പാലിക്കണം, അല്ലെങ്കിൽ അദ്ദേഹം സ്ഥാനം രാജിവെച്ചിട്ട് ആ തരത്തിലുള്ള ഒരു പോരാട്ടത്തിന് ഇറങ്ങണം. ഇതിലിപ്പോ ദളിത് പ്രശ്നം ഉന്നയിക്കുന്നതിന്റെ അർത്ഥം എന്താണ് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം എന്താണെന്ന് വിചാരിച്ചാൽ ദളിത് സമൂഹത്തിലെ ഒരു അംഗം എന്നുള്ള നിലയ്ക്ക് വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഏതെങ്കിലും തരത്തിൽ അന്യായം നേരിടുമ്പോൾ അതിനുള്ള ഒരു സംരക്ഷണമാണ് 1989 നിയമത്തിലുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിയാണ്, അതൊന്നും മനസ്സിലാകാത്ത ആളല്ല. കാരശ്ശേരി മാഷ് പറയുന്നത് ശരിയാണ്. ഇതുപോലും മിനിമം മനസ്സിലാക്കാത്ത ആളാണോ? നേരത്തെ അഡ്വക്കേറ്റ് കാളീശ്വരം രാജൊക്കെ സൂചിപ്പിച്ചതുപോലെ ഇതുപോലും മനസ്സിലാകാത്ത വ്യവസ്ഥയും രീതികളും മനസ്സിലാകാത്ത ആളാണോ ന്യായാധിപൻ എന്നൊരു ചോദ്യമുണ്ട്. ഞാൻ ചോദിച്ചത് മറ്റൊരു തരത്തിലാണ്. താങ്കൾ പറഞ്ഞ ഈ കത്തെഴുതൽ പ്രക്രിയകളൊക്കെ സംഭവിക്കുന്നത് 2015 ശേഷം 2016ഓടെയാണ്. ഈ കലാപരിപാടി കർണൻ തുടങ്ങിയത് ഏതാണ്ട് 2009 നിയമനത്തിന് ശേഷം അധികം വൈകാതെ 2011 മുതലാണ്. അതായത് ഈ വിവേചനം യഥാർത്ഥത്തിൽ കിളി പോയ അവസ്ഥയിൽ കർണനെ എത്തിച്ചിട്ടുണ്ടോ? പിന്നീട് അങ്ങോട്ട് എന്ത് ചെയ്യണമെന്നറിയാത്ത നിലയിൽ എന്തും ചെയ്യുന്ന ഒരാളായി കർണൻ മാറുകയായിരുന്നോ? മാറിയിട്ടുണ്ടാകാമോ എന്ന് മാത്രമാണ്. അല്ല ശരത്, ഇതിലെ പ്രശ്നം എന്താന്ന് വിചാരിച്ചാല് ഒരു വ്യക്തി അഴിമതി കാണിച്ചു, അല്ലെങ്കിൽ വേറെ മര്യാദകൾ കാണിച്ചു, കള്ളം കാണിച്ചു, അങ്ങനെ സാധാരണ നിലയിലുള്ള ഒരു കുറ്റം ചെയ്താൽ അദ്ദേഹം ദളിത് സമൂഹത്തിൽപ്പെട്ട ആളാണ് എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് ഒരു സംരക്ഷണം കിട്ടണം എന്നൊരു നിയമം ഈ നാട്ടിലില്ല. ഇപ്പൊ KG ബാലകൃഷ്ണൻ സുപ്രീം കോടതിയിൽ ജസ്റ്റിസ് ആയിരുന്നു. അദ്ദേഹത്തിനെതിരായിട്ട് അഴിമതി ആരോപണം വരുമ്പോൾ, അദ്ദേഹം മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആകുമ്പോൾ അഴിമതി ആരോപണം വരുമ്പോൾ അവിടെ ദളിത് എന്ന് പറഞ്ഞ് നിൽക്കാനൊരു വകുപ്പില്ല. കാരണം നമ്മുടെ പഴയ നീതിന്യായ വ്യവസ്ഥയിൽ മനുസ്മൃതിയിലൊക്കെ മേൽജാതി എന്ന് സ്വയം വിളിക്കുന്ന കൂട്ടർ ബ്രാഹ്മണന്മാർക്ക് ഏതെങ്കിലും തരത്തിൽ അവരെന്ത് കുറ്റം ചെയ്താലും അവർക്കൊരു സംരക്ഷണം ഉണ്ടായിരുന്നു. അതിന് ബദലായിട്ട് എന്ത് കുറ്റം ചെയ്താലും ദളിതാണെങ്കിൽ ഒരു സംരക്ഷണമുണ്ട് എന്നൊരു വകുപ്പില്ല. അപ്പൊ KG ബാലകൃഷ്ണൻ അത് പറയുമ്പോഴും കർണൻ എന്ന് പറയുമ്പോഴൊക്കെ നമുക്ക് അവരെ ഓർമ്മിപ്പിക്കേണ്ടി വരും, അങ്ങനെ ഒരു നിയമമില്ല. നിയമമുള്ള എന്തിനാണ്? ദളിത് സമൂഹത്തിലെ അംഗമാണ് എന്നുള്ള നിലയ്ക്ക് വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നീതിന്യായ വ്യവസ്ഥ ഉപയോഗിച്ചിട്ടോ നിയമവ്യവസ്ഥ ഉപയോഗിച്ചിട്ടോ ഭരണം ഉപയോഗിച്ചോ ഏതെങ്കിലും തരത്തിൽ വിവേചനം കാണിക്കുമ്പോൾ, അക്രമം കാണിക്കുമ്പോൾ, ചൂഷണം നടത്തുമ്പോൾ അതിനെതിരായിട്ടാണ് അവർക്ക് സംരക്ഷണം ഉള്ളത്. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. അഡ്വക്കേറ്റ് കാളീശ്വരം രാജ്, എനിക്ക് താങ്കളോട് ഒരു കാര്യം കൂടി ഇതിൽ ചോദിക്കാനുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് MR അഭിലാഷിനോട് ഒരു കാര്യം ഈ ബന്ധപ്പെടുത്തി ഒന്ന് ചോദിച്ചതിന് ശേഷം ഞാൻ താങ്കളിലേക്ക് വരാം. ദയവായി ഒരല്പസമയം കൂടി. അതായത് അഡ്വക്കേറ്റ് അഭിലാഷ്, ഈ പറഞ്ഞൊരു പ്രശ്നം ശരിയാണ്. അഴിമതി, അധികാര ദുർവിനിയോഗം എന്ന ആക്ഷേപങ്ങൾ വരുന്നത് പോലെയല്ല. ഇത് നേരിട്ട് കർണനാണ് ആദ്യം ഉന്നയിക്കുന്നത്. കർണൻ വേറെ ഏതെങ്കിലും തരത്തിൽ പിടിക്കപ്പെട്ടപ്പോഴാണ് ഈ വിവേചനം എന്ന് കർണൻ അക്കാലത്ത് ഉന്നയിച്ചതായി ഞാൻ കരുതുന്നില്ല. ഇനി എന്റെ പിശകാണോ എന്നറിയില്ല, അങ്ങനെയാണെങ്കിൽ താങ്കൾക്ക് തിരുത്താം. അവിടെ നിന്നാണ് ഇത് ക്രമാനുഗതമായി ഉയർന്ന് ഒരു തരത്തിലും നീതീകരിക്കാനാവാത്ത, കേട്ടാൽ ആരും അമ്പരന്നു പോകുന്ന നിലയിൽ ഒരു ന്യായാധിപൻ ഇമാതിരി പണികളൊക്കെ കാട്ടിക്കൂട്ടിക്കൊണ്ടിരുന്നത്. ഏറ്റവും ഒടുവിൽ താങ്കൾ പറഞ്ഞ പോലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ തന്നെ തടവിന് വിധിക്കുക, കോടതി വീട്ടിൽ കൂടുക, ഈ രൂപത്തിലേക്കൊക്കെ മാറിയത്. അപ്പോൾ ആദ്യം ഉന്നയിച്ച ഒരു പ്രശ്നം ദളിത് വിവേചനം സഹജഡ്ജിമാരിൽ നിന്നുണ്ടാകുന്നു എന്ന് പറയുന്ന അടിസ്ഥാനപരമായി ഉന്നയിച്ച പ്രശ്നം, അത് ഗൗരവമായി വിലയിരുത്തപ്പെടാതെ പോയിട്ടുണ്ടാകാമോ എന്ന ഒരു അന്വേഷണവും വേണ്ടതല്ലേ? ശ്രീ ശരത്, 1999 സുപ്രീം കോടതി അഡോപ്റ്റ് ചെയ്ത ഒരു ഇൻഹൌസ് പ്രൊസീജിയർ ഉണ്ട്. അത് സാധാരണക്കാരനായാലും ജഡ്ജിമാർക്കാരായാലും ജുഡീഷ്യറിയെക്കുറിച്ചൊരു കംപ്ലൈന്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ചീഫ് ജസ്റ്റിസിനെ അറിയിക്കാൻ കഴിയുകയും അതിന് കോൺസിക്വൻസ് ആയിട്ട് ഒരു ഇൻഹൌസ് പ്രൊസീജിയർ, ഒരു എൻക്വയറി നടത്താൻ കഴിയുകയും അതിന്റെ ഫലമായിട്ട് നടപടികൾ എടുക്കാൻ ഒക്കെ കഴിയുന്നതുമാണ്. അങ്ങനെയൊക്കെയുള്ള പ്രൊസീജിയറുകളൊക്കെ ഒരുപക്ഷെ ജസ്റ്റിസ് കർണൻ ഉന്നയിച്ച ആരോപണങ്ങളെ സംബന്ധിച്ച് നടന്നിട്ടുണ്ടാകാം. ഒരു പരിധിവരെ ഇതിനകത്ത് ട്രാൻസ്പെറൻസിയും അക്കൌണ്ടബിലിറ്റിയും ഒന്നുമില്ല.
അപ്പോൾ ജസ്റ്റിസ് കർണന്റെ ഭാഗത്തു നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ പരാതിക്ക് പ്രതികരണമായിട്ട് നീതി ലഭിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഇതിന് പകരം അദ്ദേഹം നടത്തിയിട്ടുള്ള വിക്രിയകൾ എന്തൊക്കെയാണെന്നും കൂടെ നാം ഒന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. 2013 ഇതുപോലെ മദ്രാസ് ഹൈക്കോടതിയിൽ ഒരു കോടതി വാദം നടക്കുമ്പോൾ വേറൊരു കോടതിയിൽ വാദം കേട്ടുകൊണ്ടിരുന്ന ഇദ്ദേഹം കോടതി നിർത്തി ഇറങ്ങിപ്പോവുകയും മറ്റേ കോടതിയിൽ ചെന്ന് കയറിയിട്ട് എന്റെയും കൂടെ വാദം ബഹുമാനപ്പെട്ട ജഡ്ജി കേൾക്കണമെന്ന് പറഞ്ഞ് അവിടെ വാദം പറഞ്ഞ ഒരു മനുഷ്യനാണിത്. അപ്പൊ ഇരിക്കുന്ന കസേരയുടെ വില അറിയണമെന്ന് ഇവിടെ മുൻപ് പരാമർശിക്കുകയുണ്ടായി. ഒരു ഭരണഘടനാ കോടതിയിലെ ഒരു ജഡ്ജിക്ക് ഒരിക്കലും ആശാസ്യമായ പ്രതികരണങ്ങളായിരുന്നില്ല അദ്ദേഹത്തിന്റെ. അദ്ദേഹം ഇരിക്കുന്ന കസേരയുടെ വില മനസ്സിലാക്കി അതേ രീതിയിൽ നിയമപരമായിട്ടൊക്കെ തന്നെ പ്രതികരിക്കുവാനുള്ള അവസരം ഉണ്ടായിരുന്നിട്ട് കൂടി വൈകാരിക ചാബല്യത്തിന്റെ ഇരയായി മാറി ഒരു തരത്തിൽ ക്ലിനിക്കൽ സൈക്കോളജിയിലൊക്കെ പറയുന്ന പോലെ ഒരു ഡെല്യൂഷൻ ഓഫ് ഗ്രാൻഡർ, ആ ഒരു മഹാത്മ്യം സ്വയം പ്രതിഷ്ഠിച്ചുകൊണ്ട് ഒരു കവലച്ചട്ടമ്പിയെ പോലെ പെരുമാറുകയാണ് അദ്ദേഹം ഉണ്ടായത്. ഇപ്പൊ ജസ്റ്റിസ് കർണനുമായി ബന്ധപ്പെട്ട് ഇവിടെ കൊളീജിയം സിസ്റ്റത്തിന്റെ പ്രശ്നത്തിനെ കുറിച്ച് പരാമർശിക്കുകയുണ്ടായി. എനിക്ക് തോന്നുന്നത് ജസ്റ്റിസ് കർണൻ ഒരു റോട്ടൺ ടൊമാറ്റോയാണ്. അപ്പോ കൊളീജിയം സിസ്റ്റത്തിനകത്ത് അത് അവര് സൃഷ്ടിച്ച അപ്പോയിന്റ് ചെയ്ത ജഡ്ജിമാരിലൊക്കെ പ്രശ്നക്കാരൊക്കെ ഉണ്ടാകാം. അപ്പൊ അങ്ങനെയുള്ള റോട്ടൺ ടൊമാറ്റോസിനെ എടുത്ത് മാറ്റുവാനുള്ള ഒരു സംവിധാനമാണ് നമുക്കിവിടെ വേണ്ടത്. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലെ കറപ്റ്റ് എന്ന് ആരോപിക്കപ്പെട്ട അല്ലെങ്കിൽ കറപ്ഷൻ പ്രൂവ് ചെയ്യപ്പെട്ട ഒരു ജഡ്ജിയെ പോലും നമുക്ക് റിമൂവ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ജഡ്ജസ് എൻക്വയറി ആക്ട് 1968 എന്ന് വെച്ചാൽ പരമപരാജയമാണ്. സാധാരണക്കാർ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ 1999 ഒരു ഇൻഹൌസ് പ്രൊസീജിയർ ഉണ്ട്. പക്ഷേ എത്ര ജഡ്ജിമാർ അതുമൂലം റിമൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സാധാരണക്കാരൻ അപ്രോച്ച് ചെയ്യാൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി ഇല്ല. ഇതിനൊക്കെ റെമഡിയായിട്ട് പാർലമെന്റ് കൊണ്ടുവന്ന ഗവൺമെന്റ് പാർലമെന്റിൽ അവതരിപ്പിച്ച ഒരു ജുഡീഷ്യൽ സ്റ്റാൻഡേർഡ്സ് ആൻഡ് അക്കൌണ്ടബിലിറ്റി ബില്ലുണ്ട്. 2010 ഇൻട്രൊഡ്യൂസ് ചെയ്ത ബില്ല്. അത് സാധാരണക്കാരൻ അപ്രോച്ച് ചെയ്യാനായിട്ട് ഒരു സ്റ്റാറ്റ്യൂട്ടറി പ്ലാറ്റ്ഫോം ഓഫർ ചെയ്യുകയുണ്ടായി. ഒരു ഫോർമർ ചീഫ് ജസ്റ്റിസിനെ ഹെഡാക്കി വെച്ചിട്ട് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യക്കെതിരെ വരെയുമുള്ള പരാതികൾ ഉന്നയിക്കാൻ കഴിയുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി ഡെമോക്രാറ്റിക് പ്ലാറ്റ്ഫോം അത് പ്രപ്പോസ് ചെയ്യുകയുണ്ടായി. എന്തൊക്കെയോ കാരണം കൊണ്ട് ആ ബില്ല് പാസ്സാകുകയുണ്ടായില്ല. അപ്പോ ഭരണഘടനയെ ഒത്തിരി വളരെയധികം പ്രൊട്ടക്ഷൻ ഭരണഘടനാ കോടതികളിലെ ജഡ്ജിമാർക്ക് നൽകുന്നുണ്ടെങ്കിൽ തന്നെയും ഇങ്ങനെയുള്ള ചില പ്രൊസീജിയറുകൾ അഡോപ്റ്റ് ചെയ്ത് അങ്ങനെയുള്ള നിയമങ്ങൾ പാസാക്കി ഈ റോട്ടൺ ടൊമാറ്റോസിനെ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ കഴിയുന്ന സബ്സ്റ്റാൻഷ്യലി റോട്ടൺ ആയിട്ടുള്ള അഴുകിപ്പോയ ഈ തക്കാളികളെ റിമൂവ് ചെയ്യാൻ കഴിയുന്ന ഒരു സ്ട്രക്ചറൽ റീഫോം ആണ് നമുക്കിവിടെ ആവശ്യമായിട്ടുള്ളത്. ശ്രീ ശരത്. തീർച്ചയായും അഭിലാഷ്, ഞാൻ അതിലേക്ക് വരാം. അഡ്വക്കേറ്റ് കാളീശ്വരം രാജ്, വളരെ പ്രാധാന്യത്തോടുകൂടി താങ്കൾ ആദ്യം മുതൽ ഊന്നിയതും അതിൽ തന്നെയാണ്. അതിന്റെ ഗൗരവത്തെയാണ് ഇപ്പോൾ അഡ്വക്കേറ്റ് MR അഭിലാഷും പിന്താങ്ങുന്നത്. പക്ഷെ അദ്ദേഹം പറഞ്ഞതുപോലെ താങ്കൾ പറഞ്ഞൊരു സെന്റൻസ് എന്റെ മനസ്സിലുണ്ട്. കഴിഞ്ഞ തവണ സുപ്രീം കോടതിയിൽ നേരിട്ടെത്തി കർണൻ വാദിക്കുമ്പോൾ താങ്കൾ അത് കേട്ടയാളാണ്. പക്ഷെ ഒരിക്കൽ പോലും ആ മാനസിക നിലയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പോരായ്മയുള്ളതായി തോന്നിയില്ല. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം വളരെ കാര്യഗൗരവത്തോടുകൂടി ഈ പറഞ്ഞ പോലെ വിക്രിയയും ഒരു തരത്തിലും പൊരുത്തപ്പെടാത്തതുമാണെങ്കിൽ പോലുമുള്ള വാദങ്ങൾ വളരെ ബോധ്യത്തോടുകൂടി കർണൻ ആ കോടതിയിൽ നടത്തി എന്നാണോ താങ്കൾ മനസ്സിലാക്കുന്നത്? ഇപ്പോൾ അഭിലാഷ് പറഞ്ഞതിൽ ഭിന്നമായ ഒരു കർണനെയാണോ താങ്കൾ അന്നവിടെ കണ്ടത്? പിന്നെ അടിസ്ഥാനപരമായി ഈ നിയമനത്തിലെ തിരുത്ത് എവിടെ തുടങ്ങണം? പോരായ്മകൾ പ്രകടമാണ്, തിരുത്ത് എവിടെ തുടങ്ങണം? വാസ്തവത്തിൽ ശ്രീ കർണൻ സ്വാഭാവികമായ ഒരു മാനസിക നിലയോട് കൂടിയിട്ടാണ് അസ്വാഭാവികമായ കാര്യങ്ങൾ ഇത്രയും വന്യമായ രീതിയിൽ ഭ്രാന്തമായ രീതിയിൽ പറഞ്ഞത് എങ്കിൽ അത് വിഷയത്തിന്റെ ഗൗരവം കുറക്കുകയല്ല, വിഷയത്തിന്റെ ഗൗരവം കൂട്ടുകയാണ്. ശ്രീ അഭിലാഷ് പറഞ്ഞ കാര്യങ്ങൾ വളരെ ശരിയാണ്. അദ്ദേഹം കാര്യങ്ങൾ വളരെ നന്നായി പഠിക്കാൻ ശ്രമിക്കുന്ന ഒരു ചെറുപ്പക്കാരനായ അഭിഭാഷകനാണ്. എനിക്ക് സന്തോഷമുള്ളൊരു കാര്യവുമാണത്. പറഞ്ഞു വരുന്നത് എങ്ങനെയാണ് ഒരു സ്ട്രക്ചറൽ റിഫോം, ഘടനാപരമായ മാറ്റം എന്ന് പറയുമ്പോൾ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ UPA ഗവൺമെന്റ് കഴിഞ്ഞ തവണ ഒരു നിയമം കൊണ്ടുവരാൻ നോക്കി, ജഡ്ജസ് അക്കൗണ്ടബിലിറ്റി ബിൽ. ആ ബിൽ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ബില്ലിന്റെ അവസ്ഥയിൽ ഉണ്ടായപ്പോൾ തന്നെ വളരെ വിപുലമായ എതിർപ്പാണ് ന്യായാസനങ്ങളിൽ നിന്നുണ്ടായത്, ജുഡീഷ്യറിയിൽ നിന്ന് തന്നെ ഉണ്ടായത്. അത് ന്യായാധിപരുടെ സ്വാതന്ത്ര്യത്തെ ബാധിക്കും, ഓട്ടോണമിയെ ബാധിക്കും, പ്രൈമസിയെ ബാധിക്കും. അപ്പോ ഓട്ടോണമി അല്ലെങ്കിൽ സ്വാതന്ത്ര്യം, ന്യായാധിപരുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ന്യായാധിപ രംഗത്തെ അല്ലെങ്കിൽ നീതിന്യായ രംഗത്തെ അക്കൗണ്ടബിലിറ്റിയുടെ, കണക്ക് പറയാനുള്ള ബാധ്യതയുടെ അല്ലെങ്കിൽ ഉത്തരവാദിത്തത്തിന്റെ സമ്പൂർണ്ണ നിഷേധമായി മാറുന്ന ഒരു അവസ്ഥ വന്നിരിക്കുന്നു. അത് മാറണം. 99 ഇൻഹൌസ് പ്രൊസീജിയർ യഥാർത്ഥത്തിൽ ബാംഗ്ലൂർ കൺവെൻഷനിൽ, ബാംഗ്ലൂർ റെസൊല്യൂഷന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് ഹേഗിൽ അംഗീകരിച്ച ഒരു ചീഫ് ജസ്റ്റിസുമാരുടെ കോൺഫറൻസിൽ അംഗീകരിച്ചതാണ് ബാംഗ്ലൂർ റെസൊല്യൂഷൻ, ന്യായാധിപരെ സംബന്ധിക്കുന്ന പെരുമാറ്റച്ചട്ടങ്ങൾ. പക്ഷേ ഇൻഹൌസ് പ്രൊസീജിയർ
ഇപ്പോൾ നമ്മുടെ ഹൈക്കോടതിയിലടക്കം ഒരു ന്യായാധിപനെതിരെ ആക്ഷേപം ഉണ്ടായിക്കഴിഞ്ഞാൽ പല ന്യായാധിപരെ കുറിച്ചിട്ടും ആക്ഷേപങ്ങളുണ്ടാകാം. അസോസിയേഷൻ പ്രസിഡന്റുമാരെ പോലെ പെരുമാറുന്ന ന്യായാധിപരുണ്ട്, അല്ലെങ്കിൽ മറ്റു രീതിയിൽ ഉള്ള സ്വഭാവ വൈകല്യങ്ങൾ കാണിക്കുന്ന ന്യായാധിപരുണ്ട്, ആർബിട്രേഷൻ പോലുള്ള കാര്യങ്ങളിൽ തെറ്റ് കാണിക്കുന്ന ന്യായാധിപരുണ്ട്. തീർച്ചയായും നമുക്ക് ഇൻഹൗസ് പ്രൊസീജിയർ പാലിക്കാം. ഇൻഹൗസ് പ്രൊസീജിയർ അനുസരിച്ച് ഇത്തരത്തിലുള്ള ഉന്നത കോടതികളിലെ ന്യായാധിപർക്കെതിരെ സാധാരണ കക്ഷികൾക്ക് പോലും അഭിഭാഷകർക്ക് അടക്കം പരാതികൾ നൽകാം. പക്ഷേ ഇത്തരം പരാതികൾ ഒരു നിയതമായ സംവിധാനത്തിലൂടെയല്ല കടന്നു പോകുന്നത് എന്നുള്ളതാണ് പ്രശ്നം. ഇതിലെല്ലാം ബാക്കിയായി അവസാനം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ പോലും വീണ്ടും നാം തിരിച്ചു വരുന്നത് ഈ ഇംപീച്ച്മെന്റ് നടപടിയിലേക്ക് തന്നെയാണ്. അത് ഏറെക്കുറെ അസാധ്യമെന്ന് തെളിയിക്കപ്പെട്ട ഒരു അവസ്ഥയുണ്ട് ഇവിടെ. അപ്പോ രണ്ട് കാര്യങ്ങളാണ് വരുന്നത്. ഒന്ന്, ശരിയായ ന്യായാധിപ നിയമനം. രണ്ട്, ന്യായാധിപർക്കെതിരെയുള്ള പെരുമാറ്റ ദൂഷ്യത്തിന്റെ പേരിൽ ആവശ്യം വേണ്ടി വന്നാൽ അവശ്യഘട്ടങ്ങളിൽ ശരിയായ സമയങ്ങളിൽ നടപടിയെടുക്കുവാനുള്ള സംവിധാനം. ഇത് രണ്ടും പാർലമെന്റ് നിയമനിർമ്മാണത്തിലൂടെ ശ്രമിച്ചാൽ മാത്രം സാധിക്കുന്ന കാര്യമാണ് ഇന്ത്യൻ സാഹചര്യത്തിൽ. അതുകൊണ്ട് ഇത് ജസ്റ്റിസ് കർണൻ സംഭവം യഥാർത്ഥത്തിൽ ജനാധിപത്യപരമായ ബാധ്യത നിക്ഷേപിക്കുന്നത് ആത്യന്തികമായി ഇന്ത്യൻ പാർലമെന്റിൽ തന്നെയാണ്. അവർ ആ ചുമതല, ചരിത്രപരമായ ബാധ്യത നിറവേറ്റുമോ എന്നുള്ളതാണ് ജസ്റ്റിസ് കർണൻ പരോക്ഷമായി ഉന്നയിക്കുന്ന ചോദ്യം. വളരെയധികം നന്ദി അഡ്വക്കേറ്റ് കാളീശ്വരം രാജ. തീർച്ചയായും ആ നിലയിൽ പാർലമെന്റ് ഒരു ദൗത്യം ഏറ്റെടുക്കുന്ന നിലയിലേക്ക്, അതിന്റെ അനിവാര്യതയിലേക്ക് പാർലമെന്റിനെ ഓർമ്മിപ്പിക്കാൻ നമ്മുടെ പരമോന്നത നീതിപീഠത്തിന് ഇതിന്റെ തുടർച്ചയിൽ ആകുമോ എന്നതും മറ്റൊരു അന്വേഷണവും ചോദ്യവുമാണ്. വളരെയധികം നന്ദി അഡ്വക്കേറ്റ് കാളീശ്വരം രാജ്. ശ്രീ സെബാസ്റ്റ്യൻ പോൾ, അവസാനമായി ഇതിൽ സ്വാഭാവികമായും സുപ്രീം കോടതിക്ക് ഇത്തരം ഒരു ഘട്ടത്തിൽ വീട്ടിലെ കോടതിയിൽ ഇരുന്ന് പടച്ചുവിടുന്ന വിക്രിയകൾ അത് വാർത്തകളായി പുറത്തേക്ക് വരരുത് എന്ന് സുപ്രീം കോടതി വിലയിരുത്തുന്നത് മറ്റൊരർത്ഥത്തിൽ ന്യായീകരിക്കാവുന്നതും കൂടിയല്ലേ? ആ ഉത്തരവിനോട് എനിക്ക് പൂർണ്ണമായും വിയോജിപ്പാനുള്ളത്. ജസ്റ്റിസ് കർണൻ സുപ്രീം കോടതിയുടെ മുമ്പിൽ കുറ്റവാളിയായിരിക്കാം, പക്ഷേ എത്ര ഹീനമായ കുറ്റകൃത്യം ചെയ്തയാൾക്കും അയാളുടെ ഭാഗം കോടതിയിൽ മാത്രമല്ല ലോകത്തോട് വിളിച്ചു പറയുന്നതിനുള്ള അവകാശമുണ്ട്. ആ അവകാശം സുപ്രീം കോടതി തന്നെ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. തൂക്കുമരം കാത്തു കഴിയുന്ന വ്യക്തിക്ക് പോലും മാധ്യമപ്രവർത്തകരെ കാണുന്നതിനും അയാൾക്ക് പറയാനുള്ളത് പറയുന്നതിനുമുള്ള സ്വാതന്ത്ര്യം, അത് പ്രഭാത് ദത്ത് കേസിൽ സുപ്രീം കോടതി നേരത്തെയും ഏറ്റവും പ്രസിദ്ധമായി പിന്നീട് നഖീരൻ കേസിലും അതെല്ലാം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് കർണൻ ഒരു ഹീനമായ കുറ്റം ചെയ്ത ആളൊന്നുമല്ല. കർണൻ അദ്ദേഹത്തിൻ്റെതായ മാനസിക നിലപാടിന് അവസ്ഥയ്ക്ക് അനുസൃതമായി കോടതിക്കെതിരെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. അതിന്റെ പേരിൽ കോടതി അലക്ഷ്യ കുറ്റത്തിന് ശിക്ഷ വാങ്ങുന്ന ആളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് സംസാരിക്കാൻ പാടില്ല എന്നില്ല. ശ്രീ അഡ്വക്കേറ്റ് അഭിലാഷ്, വളരെ വ്യത്യസ്തമായൊരു നിരീക്ഷണമാണ് ഇക്കാര്യത്തിൽ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ നടത്തുന്നത്. അതിന് സഹായകരമായ മുൻ അനുഭവങ്ങൾ കൂടി അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ. ആ അർത്ഥത്തിൽ നോക്കിയാൽ എന്തുകൊണ്ടാണ് കർണൻ പറയുന്നത് പോലും നാട്ടുകാർ കേട്ടുകൂടാ എന്ന നിലയിലേക്ക് സുപ്രീം കോടതി ഈ വൈകിയ വേളയിൽ എത്തിപ്പെടുന്നത്? കർണന് നൽകാവുന്ന എല്ലാ ആഘാതങ്ങളും, ഏൽപ്പിക്കാവുന്ന എല്ലാ ആഘാതങ്ങളും ഏൽപ്പിച്ചു കഴിഞ്ഞല്ലോ. രാജ്യത്തിന്റെ ചീഫ് ജസ്റ്റിസിനെ വരെ, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ വരെ തടവു ശിക്ഷയ്ക്ക് വിധിച്ചു കഴിഞ്ഞു കർണൻ. ശ്രീ ശരത്, ഒരു ക്ലാരിഫിക്കേഷൻ നടത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഗാഗ് ഓർഡർ സുപ്രീം കോടതി അൺപ്രസിഡന്റഡ് സ്റ്റൈലിൽ പാസ്സാക്കിയതിന് പിന്നിൽ ഒരു യുക്തിയുണ്ട്. ജസ്റ്റിസ് കർണൻ ഇനി ഇതുപോലെയുള്ള ഓർഡറുകൾ പാസ്സാക്കിക്കൊണ്ടിരുന്നാൽ അദ്ദേഹം ഹൈക്കോടതി ജഡ്ഷിപ്പിൽ നിന്നും റിമൂവ് ചെയ്യപ്പെട്ടില്ല എന്നൊരു യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ട് അങ്ങനെയുള്ള ഓർഡറുകൾ പാസ്സാക്കുവാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനൊക്കില്ല. അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ അത് മീഡിയ പബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം ജയിലിൽ പോകുന്നതിന് മുമ്പും ഇങ്ങനെയുള്ള ഓർഡറുകൾ പാസ്സാക്കാം. അങ്ങനെയാണെങ്കിൽ ഇത് മീഡിയ പബ്ലിഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ ജനങ്ങൾക്കിടയിൽ അത് ഭീകരമായ കൺഫ്യൂഷൻ ഉണ്ടാക്കും. ഇത് നിയമപരമായി നിലനിൽക്കുന്ന ഓർഡർ ആണെന്നുള്ള ഒരു തെറ്റിദ്ധാരണ വരും. അതായത് സുപ്രീം കോടതി കണ്ടത് അതൊരു പൗരന്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പരിഗണനയായി കാണാനാകില്ല എന്നാണോ? പ്രതികരിക്കാൻ ശ്രമിച്ചാൽ ഒരു പൗരന്റെ അഭിപ്രായ പ്രകടനത്തിന്റെ സ്വാതന്ത്ര്യമായി അതിനെ കാണാനാകില്ല. അഭിപ്രായ സ്വാതന്ത്ര്യം ഭരണഘടനയുടെ 19(1)(a) പ്രകാരമുള്ളത് അബ്സല്യൂട്ട് അല്ല ശ്രീ ശരത്. ഭരണഘടനാപരമായിട്ടുള്ള ഒരു പൊസിഷൻ കൈയാളുന്ന ഒരു വ്യക്തി
പരമോന്നത നീതിപീഠത്തിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഇങ്ങനെയുള്ള നീതിപീഠത്തിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള ഓർഡറുകൾ പാസ്സാക്കുവാനുള്ള സാഹചര്യം, ആ സാധ്യതയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് സുപ്രീം കോടതി ഇങ്ങനെ ഒരു ഗാഗ് ഓർഡർ പബ്ലിക് ഇൻട്രസ്റ്റിൽ പാസ്സാക്കിയത്. ജഡ്ജിമാരെ വരെയും ജയിലിലേക്ക് അടയ്ക്കാനുള്ള ഓർഡർ പാസ്സാക്കിയില്ലേ? ചീഫ് ജസ്റ്റിസിനെ വരെയും ജയിലിൽ വിടാൻ തുടങ്ങിയില്ലേ? അപ്പൊ അതുപോലെയുള്ള ഓർഡറുകൾ ഇനിയും പാസ്സാക്കി കഴിഞ്ഞാൽ സാധാരണക്കാരന്റെ കണ്ണുകളിൽ സുപ്രീം കോടതിയുടെ പരിപാവനത, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇന്റഗ്രിറ്റി, ഇവിടുത്തെ നിയമവ്യവസ്ഥയെക്കുറിച്ചുള്ള അവരുടെ അവബോധം അത് തകരുകയാണ് ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിക്കരുത് എന്നുള്ള ദൃഢമായ നിശ്ചയമാണ് സുപ്രീം കോടതി ഈ ഓർഡറിലൂടെ വ്യക്തമാക്കിയത്. അത് മീഡിയയ്ക്കെതിരെയുള്ള ഒരു സ്റ്റെപ്പായി ദയവായി വ്യാഖ്യാനിക്കരുത്. ജനങ്ങൾക്ക് നിയമവ്യവസ്ഥയിലുള്ള അവരുടെ വിശ്വാസം അക്കാര്യത്തിൽ ഞാൻ സമയം അവസാനിക്കുന്നുണ്ടാണ്. അഡ്വക്കേറ്റ് അഭിലാഷ്, തീർച്ചയായും അതിലൊരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അഭിപ്രായം ചോദിച്ചത്. പക്ഷേ വ്യത്യസ്തമായ ഒരു നിരീക്ഷണം ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ അക്കാര്യത്തിൽ നടത്തി എന്നത് പരിഗണിച്ചുകൊണ്ട് അതിലൊരു ക്ലാരിറ്റി, കോടതി എന്താണ്, ഇന്ന് ആ കോടതിയിൽ ഉണ്ടായിരുന്ന ആളുകൂടിയാണല്ലോ, ആ നിലയിൽ താങ്കളോട് ചോദിച്ചത്. ഏതാണ്ട് ഇതിനോട് പൂർണ്ണമായും യോജിക്കുന്ന ആൾ തന്നെയല്ലേ ശ്രീ എം എൻ കാരശ്ശേരി, കാര്യങ്ങളാകെ പരിശോധിക്കുമ്പോൾ? അല്ല, എന്തു പറഞ്ഞാലും കർണന് പറയാനുള്ളത് പറയാൻ അവകാശമില്ല എന്ന് പറയുന്നതിലൊരു നീതിലംഘനമുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊന്ന നഥൂറാം ഗോഡ്സെ എന്തുകൊണ്ടാണ് താൻ ഗാന്ധിയെ കൊന്നത് എന്ന് സുദീർഘമായൊരു സ്റ്റേറ്റ്മെന്റ് എഴുതിയുണ്ടാക്കിയിരുന്നു. അത് കോടതിയിൽ വായിക്കാൻ അനുവദിക്കരുത്, അത് പ്രസിദ്ധീകരിക്കരുത് എന്നൊരു വാദമുണ്ടായിരുന്നു. പക്ഷെ കോടതി അത് അനുവദിച്ചു. അദ്ദേഹം അത് വായിക്കാനുണ്ടായത്, അത് പത്രങ്ങളിൽ വന്നു, പിന്നീട് പുസ്തകമായിട്ട് വന്നു. അപ്പൊ കർണൻ ആരോ ആവട്ടെ, ഒരു വ്യക്തി അദ്ദേഹത്തെ ശിക്ഷിച്ചു കഴിഞ്ഞു. ഒരു കുറ്റവാളി അദ്ദേഹത്തിന്റെ ഇന്നാബ്സെൻഷ്യ, അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ കോടതി അദ്ദേഹത്തെ ശിക്ഷിച്ചു കഴിഞ്ഞു. അദ്ദേഹം 6 മാസം തടവ് അനുഭവിച്ച് ജയിലിലേക്ക് പോവാണ്. ആ സമയത്ത് അദ്ദേഹത്തിന് പറയാനുള്ള ഒരു അവകാശം കോടതി അംഗീകരിക്കണം. അത് സ്വാഭാവിക നീതിക്ക് നിരക്കുന്നത് അതാണ് എന്നാണ് ഒരു സാധാരണക്കാരൻ എന്നുള്ള നിലയ്ക്ക് എന്റെ അഭിപ്രായം. അഭിലാഷ്, വേഗത്തിൽ. അല്ല, അദ്ദേഹം ജയിലിൽ പോകുമ്പോഴും അദ്ദേഹം ജഡ്ജിയാണ് മിസ്റ്റർ ശരത്. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. ജയിലളികൾക്കുള്ളിലും അദ്ദേഹം, സ്വന്തം സെല്ലിനുള്ളിലും അദ്ദേഹം ജഡ്ജിയായിട്ടാണ് ഇരിക്കുന്നത്. ഭരണഘടനാപരമായ ഒരു പദവി കൈയാളുന്ന ആൾ പാസ്സാക്കുന്ന ഓർഡർ അദ്ദേഹം പുറത്തേക്ക്. അഭിലാഷ്, നോക്കൂ, ഏതെങ്കിലും ഒരു സാധാരണ പൗരന്, ശ്രീമൻ കാരശ്ശേരി പറഞ്ഞ ഏതെങ്കിലും ഒരു സാധാരണ പൗരന് ജഡ്ജ് ദെൻ സുപ്രീം കോടതി ഇങ്ങനെ അഭിലാഷ് ഒരു തരത്തിലും ഒരു ഇന്ത്യൻ പൗരന് ജസ്റ്റിസ് കർണനെ നമ്മളുടെ ഈ നീതിന്യായ വ്യവസ്ഥയ്ക്കകത്തെ ന്യായാധിപനായി കണ്ടുകൊണ്ട് ആ വിധിക്കൊരു ഔദ്യോഗിക ഭാഷ്യം ഒരു പൗരന് നൽകില്ല. ആ നിലയിൽ പൗരന്മാരെ ചുരുക്കി കാണരുത്. അല്ല, നൽകില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ഈ നടന്നു വന്നിരുന്ന ചർച്ചകളിലും പൊതുജനം ശരിക്കും കൺഫ്യൂസ് ചെയ്യപ്പെട്ടു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് ശ്രീ ശരത്. ഇതിലാർക്കാണ് കൂടുതൽ അധികാരം? ഹൈക്കോടതിക്കാണോ സുപ്രീം കോടതിക്കാണോ? ഭരണഘടനയുടെ വ്യവസ്ഥയെക്കുറിച്ച് പൂർണ്ണമായിട്ട് ഗ്രാഹ്യമില്ലാത്ത സാധാരണക്കാരായിട്ടുള്ള ആൾക്കാര്, സിറ്റിസൺസിന് അവരുടെ ഇടയിൽ ഇങ്ങനെയുള്ള ഒരു തെറ്റിദ്ധാരണ വന്നു എന്നുള്ളത് വളരെ വ്യക്തമായ അത് പറയുമ്പോഴും ഇതിൽ ആർക്കാണ് അധികാരം എന്ന ചോദ്യത്തിൽ ജഡ്ജി ആയിരുന്നില്ല. അത് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സമയം അവസാനിക്കുന്നതുകൊണ്ട് മാത്രം ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ, ശ്രീ MN കാരശ്ശേരി, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, അഡ്വക്കേറ്റ് കാളീശ്വരം രാജ്, അഡ്വക്കേറ്റ് MR അഭിലാഷ്, വളരെയധികം നന്ദി. ഏതായാലും സുപ്രീം കോടതി ഇതിലൊരു തീരുമാനം പറയുന്നതോടെ, വിധി പറയുന്നതോടെ അതാണ് രാജ്യത്ത് അടിസ്ഥാനപരമായ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം എന്ന് വിലയിരുത്തുന്നവർ തന്നെയാണ് ഒരു ജനത. ആ നിലയ്ക്ക് കർണന്റെ വാചകങ്ങളെ ഒരു നിലയ്ക്കും ഔദ്യോഗിക ഭാഷ്യം ചമയ്ക്കാൻ ആരും തയ്യാറാകും എന്നും കരുതുന്നില്ല. ആ നിലയ്ക്ക് പക്ഷേ മാധ്യമങ്ങൾക്ക് വിലക്കേർപ്പെടുത്തുന്നത് ഉചിതമോ എന്ന ചോദ്യവും വിയോജിപ്പോടെ വിമർശനപരമായി ഉന്നയിക്കുന്നു എന്നത് മാത്രമാണ് വ്യത്യസ്തമായി ഉയർന്നുകേട്ടത്. ആ നിലയ്ക്കാണ് ഈ വിധിയുടെ വ്യത്യസ്തമായ വിവിധ തലങ്ങളെ നിയമവിദഗ്ധരും സാമൂഹ്യ നിരീക്ഷകരും മാധ്യമ നിരീക്ഷകരും എന്ന നിലയിൽ നമ്മുടെ അതിഥികൾ വിലയിരുത്തിയത്. പ്രൈം ഡിബേറ്റ് അവസാനിക്കുന്നു. നമസ്കാരം.